സാധാരണ നമ്മളിവിടെ പറഞ്ഞു കേൾക്കാറുള്ള കുറച്ച് കാര്യമുണ്ട്. വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ആണത് പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യാത്ത ആളുകളൊക്കെ ഇവിടുത്തെ സംഘികളാണ് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. ഇന്ന് അതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് ആ പറഞ്ഞ കാര്യം അച്ചട്ടാകുന്ന രീതിയിൽ ഇവിടുത്തെ യഥാർത്ഥ സംഘികൾ ആരാണ് എന്ന് ബോധ്യമാകുന്നൊരു വിഷയം ഇവിടെ വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഈ സംഘിച്ചാപ്പ വിതരണം ചെയ്ത് നടക്കുന്ന ആളുകൾ അവർ തന്നെ ഇന്ന് ഒരു വലിയ ഒരു പുലിവാല് പിടിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ വലിയ മുതലാളിയായിട്ട് ഇവിടുത്തെ UN തന്നെ വരുന്നു. എന്നുവെച്ചാൽ ജിഹാദികളുടെ മൂട് താങ്ങാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില തത്രപ്പാട്, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ നില തന്നെ അവിടെ കുഴിച്ചു മൂടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത്. ആ വിഷയത്തിലേക്കാണ് നമുക്കിന്ന് കടക്കാനുള്ളത്. വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ന് പ്രധാനമായിട്ട് ഇടതുപക്ഷ ഹാൻഡിലുകളും അതുപോലെ തന്നെ ഇസ്രായേലിന് വിരുദ്ധമായി നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും അവർ വലിയ മനുഷ്യസ്നേഹികളാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം ആളുകൾക്ക് എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഇസ്രായേലിനെ രണ്ട് തെറി പറയുക. ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിളിക്കുക. അതിപ്പോൾ മുതലക്കണ്ണീരായാലും കുഴപ്പമൊന്നുമില്ല, 2 തുള്ളി ഒറ്റിച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വലിയ മനുഷ്യസ്നേഹിയാണെന്ന് ബാക്കിയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുമെന്നാണ് അവരുടെ ഒരു ധാരണ. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അത് നമുക്കിന്നിവിടെ കാണാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പോസ്റ്റുകൾ ഇങ്ങനെ ഇന്ന് ചറവറ ഇത്തരം ഹാൻഡിലുകളിൽ നിന്ന് പുറത്തു വരും. അതിൻ്റെ മുതലാളിയായിട്ട് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് പേഷ് കർത്താ ഹെ, അത് നമ്മളുടെ പിണറായി വിജയൻ തന്നെയാണ്, നമ്മളെ സഖാവ് ഇരട്ടച്ചങ്കൻ. അപ്പോൾ മൂപ്പർ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, സ്റ്റോപ്പ് ദ ജനസൈഡ് ഇൻ ഗാസ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഹൃദയഭേദകമായ ഒരു പോസ്റ്റ് അത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചുരുക്കം അല്ലെങ്കിൽ ആ എഴുതിയത് ഇങ്ങനെയാണ്, നമുക്കൊന്ന് വായിച്ചേക്കാം. ഹൃദയഭേദകമായ വാർത്തകളാണ് ഗാസയിൽ നിന്നും നമ്മെ തേടിയെത്തി പിണറായി വിജയനെയും തേടിയെത്തി. അദ്ദേഹം അത് കണ്ടു, ഉടനെ പോസ്റ്റ് ഇട്ടു. പക്ഷേ ചില കാര്യങ്ങൾ മാത്രമേ പോസ്റ്റ് ഇടാറുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ നമ്മുടെ മുർഷിദാബാദ് വയലൻസ് ഇതൊന്നും കാണാറില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് കാണാറില്ല, യമനിൽ നടക്കുന്നത് കാണൂല, നൈജീരിയയിൽ കൂട്ടക്കൊല നടക്കുന്നത്, കാക്കമാർ കൂട്ടക്കൊല നടത്തുന്നത് കാണൂല. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിക്കും. അതൊക്കെ വേറെ വിഷയം കേട്ടോ. അത് ഹൃദയം ഭേദകമാണോ അല്ലയോ എന്നുള്ളത് അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും ഇത് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അതൊക്കെ അപ്പം തന്നെ പോസ്റ്റാക്കി വിടും. അടിയന്തര സഹായങ്ങൾ എത്തിച്ചില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 14,000-ലധികം കുഞ്ഞുങ്ങൾ മരണപ്പെടുമെന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒന്നുകൂടിയും വായിക്കുക, നകുലേട്ടന്മാരെല്ലാവരും ഒന്നുകൂടിയും വായിക്കുക. അടിയന്തര സഹായങ്ങൾ എത്തിച്ചില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 14,000-ലധികം കുഞ്ഞുങ്ങൾ മരണപ്പെടുമെന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയൻ കൊലകൊമ്പനാണ്, ഇരട്ടച്ചങ്കനാണ്, ഇടതുപക്ഷക്കാരനാണ്, മനുഷ്യസ്നേഹിയാണ്, പിന്നെ മാനവികത മുറ്റി നിൽക്കുന്ന ആളാണ്, ഒക്കെയാണ്. അദ്ദേഹം അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, സഹായങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ഗാസയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 48 മണിക്കൂർ സമയം നിങ്ങൾ ആലോചിക്കണം. ഇത് മിനിയാന്ന് പറഞ്ഞതാണ് കേട്ടോ. 48 മണിക്കൂറിനുള്ളിൽ 14,000-ലധികം കുട്ടികൾ ഇപ്പോൾ ചാവും എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് അവിടെ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയെ വലിയ വിശ്വാസമാണ് എന്നും കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം കാരണം ഭക്ഷണവും മരുന്നുകളും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ ഇല്ലാതെ അവർ ദുരിതം അനുഭവിക്കുകയാണ്. അപ്പോൾ ദുരിതം അനുഭവിക്കുന്നു. അതിന് കാരണം എന്താണ്, അവിടെ ഉള്ള ഒരു അവശ്യ വസ്തുക്കളുടെ കുറവ് ആണ് അതിൻ്റെ കാരണം. എങ്ങനെയാണ് കുറവ് വന്നത്? അത് ഭക്ഷണവും അതുപോലെ മരുന്നുകളും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ അവിടെ തടഞ്ഞു. എന്തുകൊണ്ട് തടഞ്ഞു? അതൊരു ഉപരോധം കാരണമാണ്. ആരാണ് ഉപരോധം നടത്തിയിരിക്കുന്നത്? അത് ഇസ്രായേലാണ് നടത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം 2000-ലധികം പലസ്തീനികളാണ് കൊല ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ 2 ദിവസം മാത്രം 200-ലധികം പേർ മരണപ്പെട്ടു. ഈ 200-ലധികം പേര് മരണപ്പെട്ടു, 2000-ലധികം പലസ്തീനികളാണ് കൊല ചെയ്യപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോൾ ഇതാരാണ് ഈ കൊല്ലപ്പെട്ടത് എന്ന് നമ്മൾ ഒന്ന് അന്വേഷിക്കണ്ടേ? ഈ 200-ൽ പരം എന്ന് പറഞ്ഞിട്ട് മരിച്ചത് തീവ്രവാദികളാണ്. എന്ന് വെച്ചാൽ കുട്ടികളല്ല. അവർ ഹോസ്പിറ്റലിൻ്റെ അടിയിൽ തുരങ്കം പണിത് അവിടെ ഇരുന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ്, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ അവരോട് ഒഴിഞ്ഞു പോകാൻ പറയുകയും അങ്ങനെ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ ഒഴിഞ്ഞു പോയതിന് ശേഷവും ഒഴിഞ്ഞു പോകാതിരുന്ന അല്ലെങ്കിൽ അവരെ മനുഷ്യകവചമാക്കി വെച്ചുകൊണ്ടിരുന്ന ആ ആളുകൾ, തീവ്രവാദികൾ, അവരെയാണ് കൊന്നത്. അതിൽ തന്നെ തുരങ്കത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് യഹിയ സിൻവറിൻ്റെ കൊച്ചനിയനെ അവിടെ തട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു കൊലകൊമ്പൻ തീവ്രവാദിയായിരുന്നു, മുഹമ്മദ് സിൻവർ എന്നാണ് ആളുടെ പേര്. ആളെയും കൊന്നു, അതോടൊപ്പം വേറെ ആളുകളെ കൊന്നു. ഈ തീവ്രവാദികളെ കൊന്നതിനെയാണ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ മുതലക്കണ്ണീരാണ്, ഇതിനി വേറെ വല്ല ചീങ്കണ്ണി കണ്ണീരാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കണ്ണീരാണ്.
ഇനി ഈ ക്രൂരതയ്ക്ക് വിരാമമിടാൻ തീവ്രവാദികളെ കൊല്ലുന്ന ക്രൂരത അത് നമ്മൾ കണ്ടു. നമ്മളെ സ്വരാജും പറഞ്ഞത് അത് തന്നെയാണ്. അങ്ങനെ തീവ്രവാദികളൊക്കെ ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ കാത്തു നിൽക്കേണ്ടേ? 5000 റോക്കറ്റ് ഇസ്രായേലിലേക്ക് വിടുന്നത് അത് നമുക്ക് ഓക്കെ, അത് ഹലാലാണ്. മറ്റേത് വന്ന് ഹറാം. തീവ്രവാദികളെ വേട്ടയാടുക എന്ന് പറയുന്നത് ഹറാമാണ്. അത് പണ്ടും അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇനി ഈ ക്രൂരതയ്ക്ക് വിരാമമിടാൻ പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് അന്ത്യം കുറിക്കാൻ. ഓക്കെ, അപ്പോൾ വംശഹത്യ നടത്തുന്നു എന്നൊക്കെ ഇവിടെ പ്രൂഫുള്ള മാതിരിയാണ് സംസാരിക്കുന്നത്. ഒരൊറ്റ പ്രൂഫ് പോലും ഇല്ല എന്ന് മാത്രമല്ല, ഉള്ള പ്രൂഫ് മുഴുവൻ ഇതിന് വിരുദ്ധമാണെന്നുള്ളത് വേറെ കാര്യം. കുറിക്കാൻ മാനവികത കൈമോശം വരാത്ത മനുഷ്യരാകെ ഒരുമിച്ച് സ്വരമുയർത്തണം. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം എന്താണ്? അത് നമ്മളെ 48 മണിക്കൂറിനുള്ളിൽ 14,000 പേര് ഇപ്പം ചാവും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇത് ഇത്രയും വെച്ച് കീച്ചണത്. അതൊക്കെ വേറെ പോട്ടെ. ഇനി ആക്രമണം അവസാനിപ്പിക്കാനും പാലസ്തീൻ ജനതയുടെ ജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ലോകമൊന്നിക്കണം. നമ്മൾ ഒന്നിച്ചു, ഞാനിതായി വന്നിരിക്കുന്നു. ഈ നൃശംസത ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ എന്നാണ് പറയുന്നത്. ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ഇതിൽ ലൈക്ക് ചെയ്തിരിക്കുന്ന ആളുകളേക്കും നമ്മൾ ഒന്ന് കാണാം. നമ്മളെയൊക്കെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകളാണ്. നമ്മൾ ഷുക്കൂർ വക്കീൽ, പിന്നെ ഉബൈദ് കൊളമ്പൻ എന്ന് പറയുന്നത് നമ്മളെ പഴയ ഒരു സുഹൃത്താണ്. ആളിപ്പോഴും വലിയൊരു വിശ്വാസിയാണ്. പിന്നെ അങ്ങനെ ഏതാണ്ട് 10-22,000 ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പോട്ടെ, അവരുടെ ഒരു എന്താ പറയുക, ഇത്തരം കാര്യങ്ങൾ എംപത്തറ്റിക്കലി കാണാനും സമീപിക്കാനും കഴിയുക എന്ന് പറയുന്ന ഒരു മനുഷ്യ സഹജമായ ഒരു വികാരത്തെ റാഞ്ചിക്കൊണ്ടുപോയിട്ട് ഇതുപോലെ തെറ്റായ വാർത്തകളുടെ പിന്നാലെ കോർത്തിണക്കി അവരിലൊരു തെറ്റായ ബോധ്യമുണ്ടാക്കി ഫേക്ക് ന്യൂസ് വെച്ചുകൊണ്ട് കാര്യങ്ങൾ അതിൻ്റെ ഇരയാകുന്ന ആളുകളാണ് ഷുക്കൂർ വക്കീലായാലും ഉബൈദ് ഇക്കായാലും ആര് തന്നെയായാലും ഇതൊക്കെ അതിൻ്റെ ഇരകളാണെന്നേ ഞാൻ പറയുള്ളൂ. അവരെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ നമുക്കും ഇത് വാസ്തവമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോട് നിൽക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇത് വാസ്തവമാണോ അല്ലേ, ഇതാണ് നമ്മുടെ പ്രശ്നം. ഏതായാലും പിണറായി വിജയൻ ഈ പോസ്റ്റൊക്കെ ഇട്ട് അവിടെ കീച്ച് 22,000 ലൈക്കും വാങ്ങിച്ച് അവിടെ ഇരിക്കുന്നത്. അതോടൊപ്പം മറ്റു ചില ആളുകൾ, നമ്മുടെ സുഹൃത്ത് വലയത്തിൽ തന്നെയുള്ള ആളുകളാണ്. മനോജ് എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടർ, ഇദ്ദേഹം കൊലകൊമ്പനാണ് എന്ന് വെച്ചാൽ വലിയ തോതിൽ ഇടതുപക്ഷക്കാരനായിട്ടും അവിടെ ആ യെല്ലോയിൽ മാർക്ക് ചെയ്തത് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അതിന് മുന്നേ ആദ്യത്തെ ഒന്ന് വായിക്കാം. ഒരു രാജ്യം തന്നെ സ്വയം ഭീകര രാഷ്ട്രമായി മാറുന്നതിന് ഉദാഹരണമാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ കുറിച്ച് മണ്ണാങ്കട്ടെ അറിയില്ല എന്നുള്ളതാണ് ഈ ആദ്യ വാചകത്തിൽ നിന്ന് തന്നെ അറിയുന്നത്. ഞാൻ ഇദ്ദേഹത്തേക്ക് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന വാചകം പ്രൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരിക. ഒരു വെല്ലുവിളി ഇതിന് മുന്നേ വെച്ചതാണ്. നിങ്ങൾ എന്തിനാണ് ഈ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? പൊതുവേദിയിൽ വരാലോ, നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഞാൻ വരും. ഞാൻ ഓൾറെഡി തയ്യാറാണ്. നമ്മൾ വെല്ലുവിളി പണ്ടേ വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിലേക്ക് വരാൻ സാധിക്കാത്തത്? അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ബോധ്യക്കുറവുണ്ട്, പറയാൻ കഴിയാത്തതാണോ, അതോ വേറെ എന്ത് കാരണമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങൾ തെളിയിക്കണം. ഇസ്രായേൽ ഒരു ഭീകര രാഷ്ട്രമാണ് എന്ന് തെളിയിക്കാനുള്ള എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ളത് നിങ്ങളൊരു 5 എണ്ണമെങ്കിലും പുറത്തേക്ക് ഇടൂ. ഇതാണ് ഞാൻ പറയുക. അപ്പോൾ ആ സംഗതിയെക്കുറിച്ച് ഒരു ABCD പോലും അറിയാതെ, അലിഫ് ബാത്ത അറിയാതെ നിങ്ങൾ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ എന്താണ് ഗീബൽസിയൻ നുണ എന്നൊക്കെ പറയുന്ന സാധനത്തെക്കുറിച്ച് നിങ്ങൾ പറയും. നിങ്ങളാണ് സത്യത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫോൾസ് നാരേറ്റീവ്സ് പറഞ്ഞ് ഇങ്ങനെ ആളുകളിലേക്ക് തലയിലിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ കമ്മിക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്ന, ഈ വോക്കുകൾ ഉണ്ടാക്കുന്ന, ഈ നറേറ്റീവിൽ പിടിച്ചു കയറി ഇന്നത്തെ ഈ ജനറേഷൻ, ഈ പുതിയ ഈ ജെൻ സി എന്നൊക്കെ പറയുന്ന ആ ആളുകൾ, അവരും അതിനകത്ത് പെട്ടുപോകുന്നു. ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കൂട്ടം വേറെയില്ല. ഒന്നാമത്തെ സെൻറ്റൻസ് തന്നെ പച്ചക്കളവാണ്. അത് വെല്ലുവിളിക്കുകയാണ്, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭീകരരാഷ്ട്രമാകുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കും. അടുത്തത്, ഭീകരതയ്ക്കെതിരെ എന്ന് വീമ്പ് പറയുന്ന രാജ്യങ്ങൾ പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് വിരോധാഭാസമല്ലാതെ എന്ത്? ഇതാണ് മറ്റൊരു ചോദ്യം. ഏത് രാജ്യമാണ് ഭീകരതയ്ക്കെതിരെ എന്ന് പറയുന്ന രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തത്? ഇന്ത്യയാണ് ഉദ്ദേശിച്ചത്. നമ്മളെയാണല്ലോ മച്ചമ്പി കുത്തി അവിടെ പറഞ്ഞു വെക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഭീകരതയ്ക്കെതിരെ പഹൽഗാമിൽ നടന്ന സാധനം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങി ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നു. അതിന് നമ്മൾ ഭീകരതയ്ക്കെതിരെ എന്ന് പറയുന്ന സാധനത്തെ ഇന്നിവിടെ കോറിലേറ്റ് ചെയ്ത് അതിനെയും കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഇന്നിവിടെ ഉപയോഗിക്കുന്നു. ഇനി ഇന്ത്യയെ അല്ല ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ ഏത് രാഷ്ട്രമാണെന്ന് പറയണം. കാരണം അമേരിക്ക പോലും ഇപ്പോൾ ലാസ്റ്റ് കണ്ടത് ഈ പറയുന്ന ചില കാര്യങ്ങൾ ഇസ്രായേലിന് എതിരായിക്കൊണ്ട് അവിടെ ഏറ്റുപാടുന്നതാണ് കണ്ടത്. പക്ഷേ മറ്റൊരു ചില വാർത്ത കണ്ടത്, ഇപ്പോൾ യൂറോവിഷൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഒരു കോൺടെസ്റ്റ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വലിയ വാർത്തയായിട്ട് കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് വലിയ ഒരു ചില ആവശ്യം ഉയർന്നിരിക്കുകയാണ്. അതായത് ഇസ്രായേലിനെ അത് പങ്കെടുക്കുന്നതിൽ നിന്ന് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ആദ്യം ഒരു രാഷ്ട്രം വന്ന് മുന്നോട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു, ഇസ്രായേലിനെ അവിടെ ബാൻ ചെയ്താൽ ഞങ്ങളും സ്വമേധയാ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ജർമ്മനി അവരെ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിനെ. ഞാൻ പറയുന്നു, നമ്മൾ യാത്ര നടത്തിയപ്പോഴും ഇസ്രായേലിൽ പോയതിന് ശേഷം നമ്മൾ ഈ ഹോളോകോസ്റ്റ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ജർമ്മനിയിൽ നമ്മൾ പോകുന്നു. അതോടൊപ്പം പല മേഖലകളിൽ നമ്മൾ പോകുമ്പോൾ
ഞാൻ അടിവരായിട്ട് പറയുകയാണ്, ഈ ജൂതന്മാർ നേരിട്ടിട്ടുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അക്ഷരം അറിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഏറ്റവും കൂടുതൽ അറിയുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചറിവുള്ള ഒരു ജനത ആരാണ്? അത് ജർമ്മൻസ് ആണ്. കാരണം അവരുടെ നാട്ടിൽ ഇന്നും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗിൽറ്റ് കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ പൂർവികർ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയതിൽ ഞങ്ങൾ ഇന്നും ഖേദിക്കുന്നു എന്ന രീതിയിലൊരു മനോഭാവമായിട്ട് നടക്കുകയും അതിന് വേണ്ടിയിട്ട് മില്യൺസ് ചെലവഴിച്ചുകൊണ്ട് ഈ ഹോളോകോസ്റ്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണെങ്കിലും ആളുകളെ അവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഇതിന് ഫണ്ടിറക്കി ആളുകൾക്ക് അതിൻ്റെ അവബോധം സൃഷ്ടിക്കുക. ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന ലോകത്ത് വളർന്നിരിക്കുന്ന കാര്യം എന്നുവെച്ചാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ്. ജൂതവിരുദ്ധത എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഈ പറയുന്ന ഏത് വോക്ക് വാണത്തെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ തെളിയിക്കുക ഇങ്ങനൊരു അടിസ്ഥാനം ഇസ്ലാമിന് ഇല്ല എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഹദീസിൽ എഴുതി വെച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഹമാസിൻ്റെ ചാർട്ടറിൽ തന്നെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുക. ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ ലൈക്ക് ഇറ്റ് ഒബ്ലിറ്ററേറ്റ് അതേഴ്സ് ബിഫോർ ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി വെക്കുകയാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? ഹദീസാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഖുറാനിലെ വാചകങ്ങളാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? അവസാനത്തെ ജൂതൻ ഇവിടുന്ന് ഇല്ലാതെയാവുന്നത് വരെ ലോകം അവസാനിക്കില്ല എന്ന ഒരു നബി വചനത്തെ ഫോളോ ചെയ്യുന്ന, അനുധാവനം ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ ഹമാസ്. എന്നിരിക്കെ അതെല്ലാം നിങ്ങൾ സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് പറയുന്ന ആളുകളെ സംഘിച്ചാപ്പയടിച്ച് നീക്കി വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ പരിപ്പ് നിങ്ങളുടെ കീശയിൽ വെച്ചാൽ മതി, അതിവിടെ എടുത്താൽ ചിലവാകില്ല, അത് വേവില്ല, അൽഫഹം വേവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഇന്ന് നമ്മളിവിടെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചറിവുണ്ടായിട്ടുള്ളൊരു ജനത എന്നുണ്ടെങ്കിൽ അത് ജർമ്മൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അവിടെ യാത്ര നടത്തുമ്പോഴാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നത് ആരാണ്? ജർമ്മനിയാണ് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ചെലവഴിച്ചുകൊണ്ട് എന്താ പറയുക, ചാരിറ്റബിൾ ഡൊണേഷൻസ് നടത്തിക്കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഹോളോകോസ്റ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. ഇനി രണ്ടാമതൊരു കൂട്ടം രാജ്യം ഇതിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്? അത് നിങ്ങൾ പറയുന്ന ഈ ഭീകരരാഷ്ട്രം എന്നൊക്കെ പറയുന്ന തരത്തിൽ നിങ്ങൾ വിശേഷിപ്പിക്കാറുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു രാജ്യം UAE ആണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം എന്താണ്? UAEക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണല്ലോ, അബ്രഹാം അക്കോർഡ്സ് ഇവിടെ ലോകത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റം ചില്ലറയല്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത് ഒന്നും തിരിച്ചറിയാൻ സാധിക്കാതെ, മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, സ്വയം ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ മനുഷ്യത്വം അളക്കുന്ന നിങ്ങളുടെ പരിപാടി അത് നിങ്ങളുടെ ഈ പാർട്ടി ക്ലാസ്സിൽ മാത്രം നടത്തിയാൽ മതി. അവിടെ ചിലവാകുള്ളൂ, മദ്രസയിലും പിന്നെ കുറച്ച് ചിലവാകും. അതിനപ്പുറത്തേക്ക് ഇതിന് ഇന്ന് ആയുസില്ല, അതിന് നീട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അടുത്ത വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ട് ഇല്ലാത്തവർക്ക് അല്ലാതെ മറ്റാർക്കും ഈ നിമിഷം അവരെ സപ്പോർട്ട് ചെയ്യാനാവില്ല എന്നും കൂടി പറഞ്ഞു. അതായത് ഇസ്രായേലിന് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഏത് വിഷയമായിക്കോട്ടെ, ഇസ്രായേലിനൊക്കെ വിടും, ഏത് വിഷയമായാലും അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ എന്താ പറയുന്നത്, അത് ഡിബേറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നു. പോയിന്റ് നമ്പർ 1, കണ്ടീഷൻ നമ്പർ 1, റൂൾ നമ്പർ 1 ആണത്. ഏത് വിഷയമായിക്കോട്ടെ അതിനകത്ത് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് നമ്മൾ പറയാറുള്ളത് ആലങ്കാരികമായിട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നു അതിനും ഒരു വശമുണ്ടാവും. എന്ന് വെച്ചാൽ അത് ഡിബേറ്റബിൾ ആയിരിക്കണം. അവിടെയാണ് ജനാധിപത്യം ത്രൈവ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറയുന്നു. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? അങ്ങനെ ഒരു രണ്ട് വശമുണ്ടെങ്കിൽ അതിൽ ഒരു വശം ഏതോ ആയിക്കോട്ടെ, ഇസ്രായേൽ ആവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏത് A-B എന്ന് പറയുന്ന രണ്ട് വശം ഒരു വിഷയത്തിലുണ്ടായി. അതിൽ A എന്ന് പറയുന്ന ഒരു വശം അത് മനുഷ്യത്വത്തിൻ്റെ അങ്ങേയറ്റവും, B എന്നൊരു വശം എടുത്തു കഴിഞ്ഞാൽ അത് മറ്റൊരു വശവുമാക്കി അതിനെ അങ്ങ് ഡീഹ്യൂമനൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ പറയുന്ന ഫാഷിസത്തിൻ്റെ ഏറ്റവും വലിയ ചിഹ്നമാണ് ഈ പറയുന്ന ഡീഹ്യൂമനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഘോരഘോരം പ്രസംഗിക്കും ഫാഷിസത്തിനെതിരെ, എന്നിട്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന എന്താണ്? ഫാഷിസം തന്നെയാണ്. ഇത് പച്ചയായ ഫാഷിസമാണ്, ഇത് വയലൻസ് ആണ്. ഡീഹ്യൂമനൈസേഷൻ എന്ന് പറയുന്നത് ഫാഷിസത്തിൻ്റെ ഒരു ചിഹ്നമാണ്, ഒരു അടയാളമാണ്. അപ്പോൾ ഇവിടെ മനോജ് വെള്ളനാട് എന്ന് പറയുന്ന ഈ വോക്ക് യുക്തിവാദിയും ഇവിടെ ഒരു ഫാഷിസ്റ്റായിട്ട് ഇവിടെ പരിവർത്തനം ചെയ്യുന്നു എന്ന് നമ്മൾക്ക് കാണുമ്പോൾ, ഇത് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ സംഘിച്ചാപ്പ അടിക്കാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയുന്നു, ഞാൻ നല്ല അസൽ സംഘി തന്നെയാണ്, ഒരു സംശയമില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നമ്മൾ സംഖ്യയാകുമെങ്കിൽ ഞാനൊരു സംഖ്യയാവാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളൂ. അങ്ങനെ നിങ്ങൾ നമ്മളെ ഇതുപോലെ ചാപ്പ അടിച്ചിട്ട് പിന്തിരിപ്പിക്കാനൊക്കെയുള്ള നിങ്ങളുടെ അത്തരം വ്യാമോഹമൊന്നും ഇവിടെ ഇനി ചിലവാവില്ല എൻ്റെ പൊന്ന് വെള്ളനാടന്മാരെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഇതുപോലെയുള്ള സംഗതി. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പഴയ പോസ്റ്റ് എനിക്ക് സാന്ദർഭികമായിട്ട് ഓർമ്മയുണ്ട്. ഇദ്ദേഹം ഏതോ ഒരു സാധനത്തിൻ്റെ ഒരു ഇസ്ലാമിക ഏതോ ഒരു പണ്ഡിതൻ എന്തോ ഒരു പറഞ്ഞ ഒരു സാധനത്തിൻ്റെ പേരിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. അത് ഞാൻ തപ്പി നോക്കിയിട്ട് ഇപ്പോൾ കിട്ടിയില്ല.
അത് പോസ്റ്റ് ഇടുന്ന വിചാരിച്ച് ഞാൻ ഇതുപോലെ മഞ്ഞയൊക്കെ പച്ചയും ഒക്കെ പെയിൻ്റ് അടിച്ച് ഞാൻ മാറ്റി വെച്ചതായിരുന്നു. പക്ഷേ പോസ്റ്റ് ചെയ്യാൻ അന്ന് സമയം കിട്ടാത്തതുകൊണ്ട് മൂപ്പര് തൽക്കാലം രക്ഷപ്പെട്ടു. അതിൽ പുള്ളി എഴുതിയിരിക്കുന്നത് എന്താണ്, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ ഇരകളാണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഓരോ മുസ്ലിമും അവർ പരിവർത്തനം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവരെങ്ങനെയാണോ ഇസ്ലാം കൂടുതൽ പഠിച്ചാൽ അവർ ജിഹാദികളാകുന്നു, ആകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പറയുന്നത്, എന്നതുപോലെ തന്നെ ഒരു സാധ്യത എക്സ് മുസ്ലിം ആവാനുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇത് ഒരു ഈക്വൽ അല്ലെങ്കിൽ തുല്യമായ ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മളവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് നിങ്ങൾക്ക് ജിഹാദി ആകാനും എക്സ് മുസ്ലിം ആകാനുമുള്ള സാധ്യത അവിടെ ഉണ്ട് ഇസ്ലാം കൂടുതൽ പഠിച്ചാൽ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ മുസ്ലിം എന്ന് പറയുന്ന ഇൻഡിവിജ്വലിനെ നമ്മൾ അവിടെ ആശയത്തിൽ നിന്നും മാറ്റി വെച്ചുകൊണ്ട് അവരെ പരിവർത്തനം ചെയ്യാനുള്ളൊരു, അവർക്ക് കൂടുതലൊരു റിഫോർമേഷന് സാധ്യത ഉണ്ടാകുന്ന രീതിയിൽ മാറ്റി നിർത്തുന്ന രീതിയാണ് നമ്മളെപ്പോഴും പറയാറുള്ളൂ. പക്ഷേ ഇത്തരം ആളുകൾ എന്താ ചെയ്യുക? ഇവർ വന്നിട്ട് പറയുന്നത് എന്താണ്, ഇവർ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, ഇതുപോലെയുള്ളവർ, ഇവരെ പോലെയുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്ന ചില വാക്കുകളുണ്ട്. ആ പോസ്റ്റിൽ ഞാൻ എൻ്റെ ഓർമ്മ കറക്റ്റ് കിട്ടുന്നില്ല, എന്തായാലും അന്ന് പറഞ്ഞ സാധനം ഇങ്ങനെയാണ്, ഇവന്മാരെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വെക്കുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകൾ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവെക്കുകയാണ്. നമ്മളെന്താ പറയാറുള്ളത്, മുസ്ലിങ്ങളെ കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയിപ്പിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളെയാണ് നമ്മളെപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്, ആശയത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതേസമയം ഇവർ ഈ വ്യക്തിയിലേക്കും ആ വ്യക്തിത്വത്തിലേക്കും കാര്യങ്ങളെ കൊണ്ടുപോയിക്കൊണ്ട് അത് അവരുടെ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് അവരെ വലിയ മനുഷ്യസ്നേഹികളാക്കിയും മനുഷ്യസ്നേഹം ഇല്ലാത്ത ആളുകളാക്കിയും ഇതുപോലെ വേർതിരിക്കുന്ന ഒരു പരിപാടി, ഇത് ഈ വോക്കുകളുടെ ഏറ്റവും വലിയൊരു ചിഹ്നമാണ്, ഫാഷിസത്തിൻ്റെ അടയാളം തന്നെയാണ് എന്നാണ് എനിക്കിവിടെ പറഞ്ഞത്. ഇതൊരു മൈക്രോ അഗ്രഷനായിട്ട് കൂടി നമുക്കിതിനെ കണക്കാക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹം ഈ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ നിങ്ങൾ ഏത് ആൾ തന്നെയായാലും, ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ആ വ്യക്തിയെ ഇതുപോലെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയിലേക്ക്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സാധാരണ ഇവിടുത്തെ വോക്കുകൾ തന്നെ പറഞ്ഞു നടക്കാറുള്ള ജനോസൈഡിൻ്റെ ആദ്യത്തെ കുറേ ലെവലുകളിൽ ഒന്നിൽപ്പെട്ടതാണ് ഈ പറയുന്ന അതറൈസേഷൻ എന്ന് പറയുന്ന ഈ എന്താണ് പിരമിഡ് ഓഫ് ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു പിരമിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു താഴെ തട്ടിൽ വരുന്ന സാധനമാണ്. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ അറ്റ അവസാനമാണ് ജനോസൈഡിലേക്ക് എത്തുക എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം സത്യത്തിൽ ഈ പറയുന്ന ഒരു രീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് സാന്ദർഭികമായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. വെള്ളനാട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തിരുത്തുക. നിങ്ങൾ ചെയ്യുന്നതിലെ തെറ്റ് ഇതാണ്. ഇത് നമ്മൾ വെറുതെ കാടടച്ച് നിങ്ങൾ കൊങ്ങിയാണ് അല്ലെങ്കിൽ കമ്മിയാണെന്നൊന്നും പറഞ്ഞു പോവല്ല, നിങ്ങൾ ചെയ്യുന്ന വരിയല്ല നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞതിൽ തെറ്റെന്താണെന്നാണ് ഈ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് ഫാഷിസത്തിൻ്റെ അടയാളമാണ്, ഡീഹ്യൂമനൈസേഷനാണ്, സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്, ഡിസ്ക്രിമിനേറ്ററി ആണ്, ഇത് പിരമിഡ് ഓഫ് ഹെയ്റ്റിനകത്ത് വരുന്ന സാധനമാണ്. ദിസ് ഈസ് എ സൈൻ ഓഫ് ഫാഷിസം. ഇത് ജനോസൈഡിലേക്ക് എത്തിക്കുന്ന സാധനമാണ്. നിങ്ങൾ പറയാറുള്ള സാധനം നിങ്ങൾ തന്നെ ചെയ്തതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ പ്രധാന വിഷയത്തിലേക്ക്. ഇവിടെ ഇതിനെല്ലാം അടിസ്ഥാനപരമായ ഒരു വാർത്ത ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ അടിസ്ഥാന വാർത്ത ഇതാണ്. ഇത് ഇന്നലെ വന്ന വാർത്തയാണ്. അതായത് 48 മണിക്കൂർ മുന്നേ, അതായത് ഇന്ന് ഇപ്പോൾ കുട്ടികളൊക്കെ മരിച്ചു വീണല്ലോ, അതിന് മുന്നേ വന്ന സാധനമാണ്. Gazan babies will die without aid. UN humanitarian chief പറഞ്ഞു എന്ന് BBC റിപ്പോർട്ട് ചെയ്ത സാധനമാണ്. A UN humanitarian chief has said 14,000 babies in Gaza could die in the next 48 hours if lorries of aid do not reach communities in the strip എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. Speaking to the BBC's Radio 4 Today program, Tom Fletcher said thousands of trucks of aid were ready to go, adding that the lorries contained baby food and nutrition. Israel has accused Hamas of misusing and stealing aid, which Hamas denies. തീവ്രവാദികൾ ഞങ്ങൾ ബോംബിട്ടിട്ടില്ല, ഞങ്ങൾ മുണ്ടുപൊക്കി നോക്കി കലിമ ചൊല്ലിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആണോ സഹോദര എന്ന് പറഞ്ഞ് അതങ്ങ് വിശ്വസിക്കുന്ന പാവങ്ങളാണ് നമ്മളെ UN. എന്താ ചെയ്യുക, പോട്ടെ. പച്ചപ്പാവങ്ങളാണ് നമ്മൾ ക്ഷമിച്ചാള. The country's Prime Minister Benjamin Netanyahu said on Monday that we must not reach a situation of famine, adding that Israel will only allow a minimal basic bridge to prevent hunger. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. ഏതായാലും ഇതാണ് വാർത്ത. അപ്പോൾ ഇതിൽ ആ ഫസ്റ്റ് സെൻറ്റൻസ് 14,000 കുട്ടികൾ കുഡ് ഡൈ ഇൻ ദ നെക്സ്റ്റ് 48 hours. രണ്ട് കാര്യമാണ്. ഇന്ന് 48 മണിക്കൂർ തീരുന്നു. അവിടെ കുട്ടികൾ മരിച്ചോ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ഇതിൽ ട്വിസ്റ്റ് അതൊന്നുമല്ല. കുട്ടികൾ മരിക്കുന്നതൊക്കെ പോട്ടെ. ഏതായാലും ഈ വാർത്ത വന്നു, ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു, ഇൻക്ലൂഡിങ് ദ ടൈംസ് ഓഫ് ഇന്ത്യ പോലെ ടൈംസ് ഓഫ് ഇസ്രായേൽ വരെ അത് റിപ്പോർട്ട് ചെയ്തു. ഇത് എല്ലായിടത്തും വാർത്തയായി, ഇസ്രായേലിലും വാർത്തയായി. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഒന്ന് നോക്കുമ്പോൾ സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇന്ന് വന്ന വാർത്തയാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയി വായിക്കാം. ഡിഡ് യുണൈറ്റഡ് നേഷൻസ് സേ 14,000 babies would die in Gaza within 48 hours? ഹിയർ ഈസ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഇന്ന് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ ലൈവ് ചെയ്യുന്നത് ഇപ്പോൾ 9:45 10 മണി രാത്രി.
7 മണിക്ക് വന്ന വാർത്തയാണ്. എന്താണ് പറഞ്ഞത്? വാട്ട് വാസ് സെഡ്? ദർ ആർ 14,000 babies that will die in the next 48 hours unless we can reach them എന്നതാണ് ഫ്ലെച്ചർ പറഞ്ഞത്, നമ്മളുടെ ഇതിൻ്റെ ചീഫ്. ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ ഇൻ ഗാസ ആസ് catastrophic and the level of aid reaching the population as a drop in the ocean. His statement was intended to underscore the growing humanitarian disaster facing Palestinians, particularly children, after months of siege, conflict and aid restrictions. ഇതാണ് ആൾ ഉദ്ദേശിച്ചത്. ഇനി എന്താണ് വാട്ട് ദ ഡേറ്റ ആക്ച്വലി ഷോസ്? എന്താണ് യഥാർത്ഥത്തിൽ അവിടുത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്? ഇതാണ് നമ്മളിവിടെ അന്വേഷിക്കുക. ഇതാണല്ലോ നമ്മുടെ രീതി, ഇത് ചെയ്യണമെന്നാണല്ലോ നമ്മളോട് ഇവർ പറയുന്നത്. എന്നിട്ട് ഉസ്താദുമാർക്ക് അടുപ്പിലും ആവാം എന്ന് പറഞ്ഞ മാതിരി നമ്മളുടെ വോക്കുകളും ഈ ഇടതന്മാർക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരിങ്ങനെ കാലും കയറ്റി അപ്പുറത്ത് ഇങ്ങനെ ഇരുന്നോളൂ, UN പറയുന്നതൊക്കെ ഇതേപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങും. ഇതാണ് അവരുടെ പരിപാടി. അപ്പോൾ നമ്മൾ ഏതായാലും ഇവർ പറഞ്ഞതനുസരിച്ച് നമ്മളൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചു. അപ്പോൾ എന്താ പറയുക? ഹൗഎവർ അപ്പോൺ ക്ലോസർ ഇൻസ്പെക്ഷൻ, കൂടുതൽ കൂലങ്കുഷമായ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷ്മമായി അന്വേഷിച്ചപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? ദ 14,000 ഫിഗർ അപ്പിയേഴ്സ് ടു ബി ബേസ്ഡ് ഓൺ എ ലോങ്ങർ ടേം പ്രൊജക്ഷൻ. ഒരു ലോങ് ടേം പ്രൊജക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നമ്പറാണ് 14,000. അപ്പോൾ 14,000 എന്ന് പറഞ്ഞ് 48 മണിക്കൂറല്ല, റാദർ ദാൻ ആൻ ഇമ്മീഡിയറ്റ് ഡെത്ത് ടോൾ. ഇതാണ് ഒന്നാമത്തെ കാര്യം. പോട്ടെ. According to the UN Office of the Coordination of Humanitarian Affairs, the number comes from an assessment by the Integrated Food Security Phase Classification IPC Partnership. അപ്പോൾ നമ്മൾ UNOCHA എന്ന് പറയുന്ന അതിൻ്റെ ആളാണ് ഇത് പറഞ്ഞത് എന്നൊക്കെയുള്ള രീതിയിൽ വരുമ്പോൾ ഇത് ഉദ്ദേശിച്ചത് എന്താണ്? ഉദ്ദേശിച്ചത് ഒരു ലോങ് ടേം പ്രൊജക്ഷൻ ആണെന്നാണ്. ഇത് പ്രൊജക്ഷനാണ് എന്നാണ് പറഞ്ഞത്. ഇനി എത്ര നാളത്തെ പ്രൊജക്ഷനാണ് അതും കൂടി പറയേണ്ടത്. IPC ഹാസ് വാൺഡ് that up to 14,000 children aged 6 to 59 months are at risk of dying from acute malnutrition between April 2024 and April 2025 if urgent aids does not reach them. ഇതാണ് അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ സാധനമാണ് ഇപ്പോൾ എടുത്തിട്ട് ഇവിടെ പറഞ്ഞ് അത് 48 മണിക്കൂറിനുള്ളിൽ ആക്കി എന്ന് പറയുന്നത്. ഇത് 48-hour ടൈം ഫ്രെയിം സൈറ്റഡ് ബൈ ഫ്ലെച്ചർ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ IPC റിപ്പോർട്ട്. ഇങ്ങനൊരു സാധനം ആ റിപ്പോർട്ടിലില്ല. ഇറ്റ് വാസ് ലൈക്ലി യൂസ്ഡ് ബൈ ദ UN ഒഫീഷ്യൽ ടു എംഫസൈസ് ദ ടൈം സെൻസിറ്റീവ് നേച്ചർ ഓഫ് ദ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്. മൂപ്പര് കയ്യിൽ നിന്നിട്ടിട്ട് കുറച്ച് ഒന്ന് ആലങ്കാരികത കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സാധനമാണ്. ഇതാണ് അവിടെ ഉണ്ടായ കഥ. ഇനി UNOCHA when contacted for clarification confirmed the estimate but acknowledged it is not a literal prediction of deaths within 2 days. ഇങ്ങനൊരു സാധനം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് ഒരു സാധനം IPC റിപ്പോർട്ടിലുമില്ല, ഇങ്ങനൊരു സാധനം UN പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇത് വലിയ വാർത്തയായി. അവസാനം എന്തായി? BBC അപ്പോളജി. BBC ഇതിനകത്ത് കാര്യങ്ങൾ പറയുകയാണ്. ഇതിൽ മാർക്ക് ചെയ്ത ഭാഗം മാത്രമൊന്നും ഇത് ആർ 14,000 babies that will die in 48 hours unless we can reach them. ഇങ്ങനെയാണ് തുടക്കത്തിൽ പറഞ്ഞത്. അവസാനം എന്തായി? The IPC report says that this could take place over the course of about a year, not 48 hours. ഇത് ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് BBC അതിൽ നിന്ന് കൈ കഴുകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഒന്ന് ആലോചിക്കുക, 48 മണിക്കൂർ എന്ന് എവിടെയും പരാമർശമില്ല. അപ്പോൾ ഈ തെറ്റായ വാർത്ത, ഈ തെറ്റായ കൺക്ലൂഷൻ ഇത് വെച്ചുകൊണ്ടാണ് നമ്മളുടെ പിണറായി വിജയൻ ഇവിടെ വലിയ മനുഷ്യസ്നേഹിയാണെന്ന് കാണിക്കാൻ വേണ്ടി വന്നത്. അത് പിന്നെ സമാധാനിക്കാം, മൂപ്പര് മനുഷ്യസ്നേഹിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. മറ്റേയാൾ നമ്മളെ വെള്ളനാടൻ എന്തിനാണ് വന്നത്? ബാക്കിയുള്ള ആളുകൾ ആരൊക്കെയാണ് ഇവിടെ മനുഷ്യസ്നേഹി, ആരൊക്കെയാണ് ഇവിടെ മനുഷ്യസ്നേഹം ഇല്ലാത്ത ആളുകൾ എന്ന് അളക്കാൻ വരെ ഇത് ഉപയോഗിച്ചു എന്നും കൂടി കാണുമ്പോൾ ഇവരിതിന് ബേസ് ചെയ്ത സാധനം ഈ തെറ്റായ വാർത്തയാണ്, പറയാത്ത സാധനമാണ് എന്നും കൂടി നമ്മളിവിടെ കാണും. അവസാനം എന്തായി? UN retracts aid chiefs claim that 14,000 Gazan babies will die in 48 hours without aid. അങ്ങനെ ഒരു സാധനം നമ്മൾ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുതലാളി തന്നെ പുറത്തേക്ക് വന്നിട്ട് കാര്യം പറയുന്ന അവസ്ഥയും കൂടി വന്നപ്പോൾ എന്തായി കാര്യം? ഇവിടെ എവിടെ എത്തി നിൽക്കുന്നു? ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, സത്യത്തിൽ ഈ 14 പേര് മരിച്ചിരുന്നു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? നിലവിളിയായിരിക്കുമല്ലോ, മുട്ടുകുത്തി മൂടുകുത്തി മറ്റേ ആകാശത്തേക്ക് കാണിച്ചിട്ടുള്ള നിലവിളിയായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുട്ടികൾ മരിച്ചിട്ടില്ല, അപ്പോൾ ഇനി നിങ്ങൾ സമ്മതിക്കൂ ജനോസൈഡ് ഇല്ല എന്നുള്ള കാര്യം? അങ്ങനെയുണ്ടല്ലോ, കുട്ടികൾ മരിച്ചാൽ അത് ജനോസൈഡാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കണം, നമ്മൾ സമ്മതിക്കണം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇന്നിപ്പോൾ ഏതായാലും മരിച്ചിട്ടില്ല, അത് ഏതായാലും കൺഫേംഡ് ആണ്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് അറിയാതെ പറഞ്ഞു പോയി, അത് തെറ്റാണ്, ഞങ്ങളത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ അത് മരിച്ചിട്ടില്ല എന്നിരിക്കെ നിങ്ങൾ പറയും ഇവിടെ ജനോസൈഡ് നടക്കുന്നുണ്ടോ ഇല്ല. ഞാൻ പച്ചയ്ക്ക് പറയും അവിടെ ജനോസൈഡ് നടക്കുന്നില്ല എന്ന് തന്നെ പറയും. ഇനി അഥവാ ജനോസൈഡ് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയും, ഈ ലോകത്ത് ജനോസൈഡ് നടത്തുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ തോൽവിയാണ് ഇസ്രായേൽ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണ്? നിങ്ങൾ തന്നെ പുറത്തുവിട്ട മറ്റൊരു കണക്കുണ്ട്. അതായത് 50,000 പേരാണ് അവിടെ മരിച്ചത്, അതിനകത്ത് വലിയ കൂടുതലും കുട്ടികളാണ് മരിച്ചത്. പക്ഷേ അവിടെ ഏതാണ്ട് 90,000
ബോംബുകൾ അതിന് ഉപയോഗിച്ചു എന്ന് വെച്ചാൽ ഒരാളെ കൊല്ലാൻ 2 ബോംബ് വേണ്ടി വന്നു എന്നും കൂടി വരുമ്പോൾ ഇത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ ജനോസൈഡ് നടത്തുന്ന മറ്റൊരു രാജ്യം ഉണ്ടാവില്ല. ഇങ്ങനെ വെടിവെക്കാൻ പോലും അറിയില്ല, ബോംബിടാനും അറിയില്ലാത്തൊരു രാജ്യമാണ് ഇസ്രായേൽ എന്നും കൂടിയാണോ നിങ്ങൾ സമ്മതിക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് സമ്മതിക്കണം, എന്നാലും ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോട്ടെ, ഈ കാലം ഇത്രയായിട്ട് 1948 മുതൽ നക്കബ എന്ന് പറയുന്ന സാധനം അന്ന് മുതൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന തള്ളാണ് ഈ പറയുന്ന സാധനം. നക്കബ എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി പറയണമെങ്കിൽ അതൊരു കള്ളത്തരായിരുന്നു. സത്യത്തിൽ അറബ്സ് അവിടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ് ആ ഇൻഡിപെൻഡൻസ് അവിടെ പ്രഖ്യാപിച്ചതിന് ശേഷം. അങ്ങനെ ഇസ്രായേൽ ഇൻഡിപെൻഡൻസ് ആക്സെപ്റ്റ് ചെയ്യുകയും അറബ്സ് അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും എന്നിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം അഴിച്ചുവിടുകയും ചെയ്തപ്പോൾ ഇസ്രായേലിനകത്ത് ജീവിക്കുന്ന അറബികൾ ആവശ്യപ്പെടുകയാണ് ബാക്കിയുള്ളവർ, നിങ്ങൾ വേഗം മാറിക്കോ, ഞങ്ങൾ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന നേരത്ത് അറബികൾ അവിടെ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ആളുകൾ ജീവനും കൊണ്ട് ഓടി. അപ്പോൾ ആരാണ് അവർ ഓടിച്ചത്? അറബികൾ തന്നെയാണ് ഓടിച്ചത്. എന്നിട്ട് ഇപ്പം നിലവിളി എന്താണ്? നക്കബ ഇസ്രായേൽ ഉണ്ടാക്കിയെന്നാണ് പറയുക. അത് പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയുക. എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും പള്ളി ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ തൽക്കാലം പോയി പറയും. ഈ നുണയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു കുറേ കാലം. ഇനി അത് നടക്കില്ല. നക്കബ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കള്ളത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ ഒരു സാധനം ഇസ്രായേലല്ല നടത്തിയത്, അത് അറബികൾ സ്വന്തം ജനതയ്ക്ക് നേരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കരുതിക്കുട്ടിയുള്ള നിങ്ങൾ തന്നെ നടത്തി വെച്ചൊരു സാധനമായിരുന്നു. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. ഇന്നിപ്പോൾ അതിനുള്ളൊരു സമയമാണ്. ഇത് കഴിയുമ്പോൾ കോളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഏതായാലും ഒക്ടോബർ 7 അതിനെക്കുറിച്ച് മിണ്ടരുതെന്നാണല്ലോ പറയുന്നത്. അവിടെ ഹോസ്റ്റേഴ്സിനെയും പിടിച്ചു വെച്ചിട്ട് ഇതിൽ മനുഷ്യസ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മ വരികയാണ്. അതായത് ഈ മനുഷ്യസ്നേഹം അളക്കാൻ വേണ്ടി വരുന്ന വെള്ളനാടനോട് ഞാൻ ചോദിച്ചൊരു കാര്യം കൂടിയാണ്. അതായത് ഇവിടെ നമ്മൾ എന്താ കണ്ടത്? ഹോസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഒക്ടോബർ 7 വന്ന് അറ്റാക്ക് ചെയ്ത് 1200 പേർ ഒറ്റ ദിവസം കൊന്ന ആളുകൾ ഹമാസ്. ആ ആളുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹികൾ എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്വാതന്ത്ര്യ സമര പോരാട്ടം ഉണ്ടല്ലോ, ബലാത്സംഗമൊക്കെ ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് മനുഷ്യസ്നേഹികൾ എന്നാണ് പറയുന്നത്. തൽക്കാലം ആ മനുഷ്യസ്നേഹം വേണ്ട, അറ്റം ചെത്തിയ മനുഷ്യസ്നേഹം നമുക്ക് വേണ്ട, അത് നിങ്ങളുടെ ട്രൗസറിൽ തന്നെ കിടന്നോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അങ്ങനെ ചെയ്യുന്ന കൂട്ടർ അതാണ് ഹമാസ്, അതാണ് അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ജൂത ഉന്മൂലനമാണെന്ന് അവരുടെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ അൻറ്റിൽ ജസ്റ്റ് ലൈക്ക് ഇറ്റ് ഒബ്ലിറ്ററേറ്റ് അതേഴ്സ് ബിഫോർ ഇറ്റ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന സാധനം അവർ കൊണ്ടു നടക്കുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും അത് ഇസ്രായേൽ കഴിഞ്ഞിട്ട് ബാക്കി രാജ്യമൊന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ അവരെ പിന്താങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യസ്നേഹിയാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തൽക്കാലം നമ്മൾ ആവുന്നില്ല. മാത്രമല്ല ഇത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടി വരികയാണ്. ഈ പറയുന്ന ഹോസ്റ്റേഴ്സിൽപ്പെട്ട ആളുകളെ ഇപ്പോൾ ബീബാസ് കുടുംബത്തിന് സംഭവിച്ച കാര്യം നമ്മൾ കണ്ടു. അവരുടെ ആ കുട്ടികളുടെ ശവശരീരവുമായിട്ട് ഇവർ നടത്തിയ ഡാൻസ് പ്രകടനം നമ്മളിവിടെ കണ്ടതാണ്. അതിൻ്റെ വീഡിയോ ഇവിടെ ഞാൻ പ്ലേ ചെയ്തതാണ്. അതായത് ബന്ദികളാക്കി പിടിച്ചത് പോട്ടെ, അവർ ബലാത്സംഗം ചെയ്തത് പോട്ടെ, അതിൽപ്പെട്ട കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് അവരുടെ ശവശരീരം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ പരേഡ്, അതിനകത്ത് ഡാൻസും പാട്ടും കളിക്കുന്ന ആളുകളെ വെച്ചിട്ടാണോ നിങ്ങൾ ബാക്കിയുള്ള ആളുകളുടെ മനുഷ്യസ്നേഹം അളക്കാൻ വേണ്ടി വരുന്നത്? അത് നിങ്ങൾ വല്ല പാർട്ടി ക്ലാസ്സിലും ചിലവാക്കിയാൽ മതി എന്ന് എനിക്ക് വീണ്ടും പറയാനുള്ളൂ. ആ തരത്തിലുള്ള അറ്റം വെട്ടിയ മനുഷ്യസ്നേഹം നമുക്ക് മാണ്ട എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ വെള്ളനാടനോട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പറയുന്ന ആ പരേഡ് നടത്തിയത്, ബന്ദികളുടെ ശവശരീരം വെച്ചിട്ട് പരേഡ് നടത്തിയ ഈ ഹമാസിന് വേണ്ടിയാണോ നിങ്ങളിവിടെ നിലവിളിക്കുന്നത്? അവർ പടച്ചുവിടുന്ന കള്ളവാർത്തകൾ എടുത്തു വെച്ചിട്ടാണോ നിങ്ങൾ മനുഷ്യസ്നേഹം അളക്കാൻ വേണ്ടി ഇറങ്ങുന്നത്? നിങ്ങൾ ഏത് കോപ്പിലെ യുക്തിവാദിയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ യുക്തിവാദികൾക്ക് മാനക്കേടാണ്. നിങ്ങൾ ഇതുപോലുള്ള സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വെള്ളം കോരി ഒഴിക്കുന്ന ചാവാലി പട്ടികളാണെന്നേ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ ഇതുപോലെ തിന്നുകയില്ല തീറ്റിക്കുകയില്ല എന്ന് പറയാൻ മാത്രമല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി വെള്ളം ഒഴിച്ച് കെടുത്തുകയും കൂടി ചെയ്യുന്ന ടീമാണ് നിങ്ങൾ. ഒന്നുമില്ലെങ്കിൽ ഒന്ന് മാറിയിരുന്നാൽ തന്നെ കാര്യങ്ങൾ വെറുതെ മിണ്ടാതിരുന്നാൽ മതി, ഇതുപോലുള്ള നുണകൾ പറയാതിരുന്നാൽ മതി. കാര്യങ്ങൾ വീണ്ടും എളുപ്പത്തിൽ കാര്യങ്ങൾ ഇവിടെ നടക്കും. സമാധാനം ഇവിടെ വളരെ പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ജിഹാദികൾക്ക് ഈ നടത്തുന്ന ഈ കൂട്ടിക്കൊടുപ്പ് ഇത് തന്നെയാണ് ഇവിടെ ജിഹാദികൾക്ക് വളമാകുന്നത് എന്ന് ഇനിയെങ്കിലും പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒക്ടോബർ 7 അവിടെ അറ്റാക്ക് നടത്തിയപ്പോൾ അതിനെ ആഘോഷിച്ച ആളുകളുണ്ട്. സ്വരാജ് അത് ചെയ്തു, നമ്മൾ കണ്ടു. ഇസ്രായേലിനെതിരെ ഈ പാലസ്തീനികൾ നടത്തുന്നത് അത് എന്ത് തണ്ടിത്തരം ചെയ്താലും അത് നമ്മൾ അംഗീകരിക്കണം, അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം അവർ പീഡിത സമൂഹമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ ഇന്നും ഓടുന്നുണ്ട്. അപ്പോൾ അന്ന് നിങ്ങൾ മിഠായി വിതരണം നടത്തിയ ആ ഹമാസിനെയും ആ ഗാസൻ ജനതയെയും നിങ്ങൾ എന്താ അന്ന് വിമർശിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? അതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ആ കൂട്ടക്കൊലയെ നിങ്ങൾ എപ്പോഴെങ്കിലും വിമർശിച്ചതായിട്ട് ഇവിടെ കണ്ടോ? അപ്പോൾ ഒക്ടോബർ 7 കുറിച്ച് പറയുമ്പോൾ നിങ്ങളിപ്പോൾ പറയാറുള്ളത് ഒക്ടോബർ 7 ഈ പ്രശ്നം തുടങ്ങിയതെന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഏത് ദിവസമാണ് ഒക്ടോബർ 7
മുന്നേ ഏത് ദിവസമാണ് ഇത് തുടങ്ങിയെന്നുള്ളതൊന്നും നിങ്ങൾ പറയൂ. ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങൾ പറയൂ. ഇനി വേണ്ട, ഇനി ഇത് വർഷം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പീരീഡ് എങ്കിലും നിങ്ങൾ പറയൂ, ഒരു റേഞ്ച് ഓഫ് ഇയേഴ്സ് എങ്കിലും നിങ്ങൾ പറയുക. എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഏത് ഡേറ്റ് പറഞ്ഞാലും അന്നല്ല തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഈ ഒഴിഞ്ഞു മാറുന്ന പരിപാടിയും നിങ്ങൾ ഈ ഉടായ്പ ഇറക്കിയിട്ട് ഈ പറയുന്ന ജിഹാദികളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം നടക്കുന്ന ഇല്ലാത്ത ഒരു സംഗതിയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മതപരമായ ഒരു വിഷയത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ നിങ്ങളോട് വെക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരെണ്ണത്തിനെങ്കിലും നിങ്ങൾ ഉത്തരം ആയിട്ട് മുന്നോട്ട് വരിക എന്നാണ് നമുക്ക് വീണ്ടും പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇവിടെ ശരിയായത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇനി യഥാർത്ഥത്തിൽ എന്താണ് ഈ ഗാസയിൽ നടക്കുന്ന ഈ എയ്ഡിൻ്റെ വിഷയം, അതും കൂടി ഒന്ന് അറിയണമല്ലോ. ഏതായാലും ഇത്രയും വന്നു, 14,000 ആളുകളെ കൊല്ലുന്നതിനെ കുറിച്ച് ഇവിടെ വാർത്ത വന്നു, ഇസ്രായേൽ ബ്ലോക്കേഡ് ഉണ്ടാക്കി എന്ന് പറയുന്നു. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് അത് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് ഈ പച്ചയായ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ എല്ലാം പച്ചക്കളറായത് നമ്മുടെ ഭാഗ്യമാണ്. എന്നാലും ചോദിക്കുകയാണ്, എന്നിട്ട് പോലും പച്ചയായ യാഥാർത്ഥ്യമായിട്ട് പോലും ഈ പച്ചകൾക്ക് എന്തുകൊണ്ട് ഇത് കാണാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ അതൊന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഈ പ്രൊഫൈൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ട്വിറ്ററിൽ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇതൊരു NGO ആണ്. ഇതുപോലെയുള്ള മീഡിയ ബയസുകൾ കണ്ടെത്താനും അതുപോലെ തന്നെ മിസ് റിപ്പോർട്ടിങ്ങും പ്രത്യേകിച്ച് ആൻറ്റി സെമിറ്റിക് ആയിട്ടുള്ള മീഡിയ ബയസ് അത് തിരിച്ചറിഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. അവരുടെ റിപ്പോർട്ടാണ് ഇത്. വാർത്തകൾ വേറെയുണ്ട്, നിങ്ങൾക്ക് സൗകര്യം പോലെ അവിടെ പോയിട്ട് അത് ഇൻഡിപെൻഡൻ്റ്ലി നിങ്ങൾക്ക് നോക്കാം. ഏതായാലും അവർ ക്രോഡീകരിച്ചിട്ട് ആയതുകൊണ്ട് ഞാനത് എടുത്തിരിക്കുകയാണ്. ഓണസ്റ്റ് റിപ്പോർട്ടിംഗ് എന്നാണ് ആ ഒരു പ്രൊഫൈലിൻ്റെ പേര്. നിങ്ങൾക്ക് അത് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഏതായാലും ഇതിനകത്ത് അവർ ഉപയോഗിക്കുന്ന ചില ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാം. എയ്ഡ് ഇൻ ഗാസ, ഹിയേഴ്സ് വാട്ട് യു നീഡ് ടു നോ എന്നാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു തന്നെ ഇവിടെ സംഭവിച്ച കാര്യം? ദിസ് ഈസ് ഹൗ ദ മീഡിയ ടോക്സ് അബൌട്ട് ദ എയ്ഡ് ക്രൈസിസ് ഇൻ ഗാസ. Aid workers feel helpless as Israel's blockade pushes Gaza towards famine. അവിടെ വലിയ പ്രശ്നമാണ്, പട്ടിണിയാണ്. Starvation looms as Israel's total blockade on Gaza enters its third month. 3 മാസമായിട്ട് ബ്ലോക്കേഡ് ആണെന്നാണ് പറയുന്നത്. ഇത് ബ്ലോക്കേഡ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇനി ഗാസ edges closer to famine as Israel's total blockade nears its third month. Gaza is starving as Israel's aid blockade continues, aid officials says. Food security experts warn Gaza at critical risk of famine amid Israeli blockade. ഇതൊക്കെയാണ് വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതുകൂടാതെ ഈ 14,000 പേരെ കാര്യം. ഇനി യഥാർത്ഥത്തിൽ എന്താണ്? ഗാസ വാസ് ഫ്ലഡഡ് വിത്ത് എയ്ഡ് ഡ്യൂറിങ് ദ ജാനുവരി-മാർച്ച് സീസ് ഫയർ. ഇത് സീസ് ഫയറിൻ്റെ ഇടയിൽ നടക്കുന്ന ഈ ഗാസ എയ്ഡ് ഇത് സംബന്ധിച്ചിട്ടുള്ള നേരിട്ടിട്ടുള്ള നമ്മളുടെ അനുഭവം ഞാൻ ഇസ്രായേലിൽ യാത്ര നടത്തിയിരുന്ന സമയത്ത് പോലും നമ്മൾ നേരിട്ടിട്ട് കണ്ടിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആ ചെല്ലുന്ന സമയത്താണ് ഈ സീസ് ഫയർ തുടങ്ങുന്നതും അതിനോടൊപ്പം തന്നെ ബന്ദികളെ കൈമാറ്റം ചെയ്ത് തുടങ്ങുന്ന പീരീഡിലാണ് നമ്മളവിടെ തുടങ്ങിയ സമയത്താണ് നമ്മളവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരിട്ട് പോലും അനുഭവമുള്ള കാര്യമാണ് ഈ പറയുന്ന എങ്ങനെയാണ് ഈ എയ്ഡ് അവിടെ പോകുന്നത്. ഏറ്റവും കൂടുതൽ എയ്ഡ് കൊടുക്കുന്നത് ആരാണെന്നുള്ളതും കൂടി നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ, അത് വരുന്നുണ്ട്. ഇനി 25,000 plus 8 trucks entered Gaza carrying 4,47,538 tons to be exact. ഇതാണ് അവിടെ എത്തിയിട്ടുള്ള എയ്ഡ്. അപ്പോൾ ഇനി നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? ഈ എയ്ഡൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇതൊക്കെ എന്ത് ചെയ്തു? ഇതാണ് നമ്മൾ അറിയേണ്ടത്. മോസ്റ്റ്ലി ക്യാരിങ് ഫുഡ്, ഇതെല്ലാം കൂടുതലും ഭക്ഷണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ദ വേൾഡ് ഫുഡ് പ്രോഗ്രാം സൈസ് 94,000 tons ഓഫ് ഫുഡ് ക്യാൻ ഫീഡ് 1 million people for 4 months. ഇതാണ് അവരുടെ തന്നെ കണക്കുകളാണ് പറയുന്നത്. ദ UN വേൾഡ് ഫുഡ് പ്രോഗ്രാം കറൻ്റ്ലി ഹാസ് അപ്രോക്സിമേറ്റ്ലി 94,000 metric tons of food enough to feed 1 million people for 4 months, ready to go to Gaza with 46,596 metric tons positioned in Ashdod port. ഇത് ആ സമയത്ത് ആ സമയത്ത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത് 94,000 tons, ഓൾമോസ്റ്റ് ഡബിൾ. ഇനി അബൌട്ട് 3,80,000 tons of food aid entered during the latest ceasefire, enough to feed the entire Gazan population, അതായത് 2.1 million people for 8 months. 8 മാസത്തേക്കുള്ള സാധനം അവിടെ ഉണ്ട്. ഇതാണ് നിലവിൽ അവിടെ ഉള്ള സാധനം. എന്ന് വെച്ചാൽ ബ്ലോക്കേഡ് ഇപ്പോൾ നടക്കുമ്പോൾ പോലും അവർക്ക് കഴിക്കാൻ പാകത്തിനുള്ള സാധനം ഇതിന് മുന്നേ തന്നെ അവിടെ എത്തിച്ചിരുന്നു എന്നാണ് ഇതിന് മനസ്സിലാക്കുക. ഇനി സോ വൈ ഡസ് ദ മീഡിയ സേ there isn't enough food? എന്നിട്ടും എന്തുകൊണ്ട് മീഡിയ ഇങ്ങനെ പറയുന്നു അവിടെ ഭക്ഷണമില്ല? ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ബിക്കോസ് ദേ ആർ സൈറ്റിംഗ് ദ UN വിച്ച് ഓൺലി കൗണ്ട് ഇറ്റ്സ് ഓൺ എയ്ഡ് ട്രക്സ്. ഒരു കാരണം അതാണ്. അതായത് അവരുടെ ഈ പ്രദേശത്തേക്ക് എയ്ഡ് കൊടുക്കുന്നത് ആരൊക്കെയാണ്? UN മാത്രമല്ല, ഒന്നാമത്തെ കാര്യമാണ്. അതിൽ കൊടുക്കുന്ന ആരൊക്കെയാണ്? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് NGOs. ഇതാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആളുകൾ. UN ഏജൻസീസ്, കൺട്രീസ്, മിക്സ്ഡ് ഡോണേഴ്സ്, ഇത്രയും ആളുകൾ കൊടുക്കുന്നു. അതിൽ
there are more sources of aid, including private donations, individual countries and international organizations. ഇത്രയും ഡൊണേഷൻസ് ഉള്ളതിൽ UN എന്ത് ചെയ്തു? UN അവരുടേത് മാത്രം കൗണ്ട് ചെയ്തു. എന്നിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇനി COGAT എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു സെറ്റപ്പാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇസ്രായേൽ സിവിൽ മിലിറ്ററി ലിയൈസൺ ബോഡി വിച്ച് മാനേജസ് എയ്ഡ് എൻട്രി ഹാസ് ട്രാക്ട് എവറി ട്രക്ക് ദാറ്റ് എൻറ്റേഴ്സ് ഗാസ. ഇങ്ങനെയാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്യൂറിങ് ദ വാർ 50-70% മോർ എയ്ഡ് ട്രക്സ് എൻറ്റേർഡ് പെർ ഡേ. ഇത് അവിടെ അതിൻ്റെ കണക്കുകൾ ഒക്ടോബർ 23 മുതൽ ഡിസംബർ 24 വരെ UN-ൻ്റെ എത്ര ട്രക്ക് പോയി? 75 ട്രക്ക് ഓരോ ദിവസം ക്രോസ് ചെയ്തു എന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുക. അതേസമയം COGAT അവരുടെ ട്രാക്കിംഗ് പ്രകാരം 110 ട്രക്സ് പെർ ഡേ എന്നതാണ് അവിടെ നമുക്ക് കാണുക. ഇത് പ്രീ വാർ ലെവൽസ് ആണെന്നും കൂടി നമ്മൾ നോക്കുക. ഇനി അതായത് 50% ഹയർ ദാൻ ദ പ്രീ വാർ ലെവൽസ് ആണെന്നും കൂടി ഓർക്കുക. ഇതിന് മുന്നേ പോയിരുന്നതിൻ്റെ കൂടുതലാണ് അവിടെ പോയിരുന്നത്. അതിൽ തന്നെ ഇനി ജാനുവരി 18 മുതൽ മാർച്ച് 1 വരെ അവിടെ അതായത് സീസ് ഫയർ പീരീഡ് അതിൽ എത്രയാണ് പോയിരിക്കുന്നത്? 175 ട്രക്സ് പെർ ഡേ ആണ് സീസ് ഫയർ പീരീഡിൽ പോയിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ട്രാക്കിംഗ് പ്രകാരം എത്രയാണ് പോയിരിക്കുന്നത്? 614 ട്രക്സ് പെർ ഡേ ആണ് പോയിരിക്കുന്നത്. ഈ കണക്കൊക്കെ എവിടെ പോയി? ഇത് ആര് വിഴുങ്ങി? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ UN എന്താ ചെയ്യുന്നത്? UNൻ്റെത് മാത്രം എണ്ണും, ബാക്കിയുള്ളതൊന്നും എണ്ണില്ല എന്നതാണ് ഈ UN ചെയ്യുന്ന തട്ടിപ്പ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? UN പണ്ടേ തട്ടിപ്പാണ് ഇക്കാര്യത്തിൽ. ഇതാണ് നമ്മളിതിൽ പറയുന്നത്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട UNRWA എന്ന് പറയുന്ന ഒരു ബോഡിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് 48 ഈ പറയുന്ന വിഷയം ഉണ്ടായ അന്ന് മുതൽ തുടങ്ങുന്ന ഒരു സാധനമാണ്. അവിടെയുള്ള ആളുകൾക്ക്, റിഫ്യൂജികളായിട്ടുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാനെന്നും പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച ഒരു സാധനം. UN-ൻ്റെ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എയ്ഡ് റിലീഫിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഘടനയാണ്. അവർ പല രീതിയിലുള്ള സാധനങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി തിരിച്ചത്. പക്ഷേ സത്യത്തിൽ അവസാനം ഒക്ടോബർ 7 അടക്കം നമ്മൾ എന്താ കണ്ടത്? ഈ UNRWA തോഴിലാളികൾ UN-ൻ്റെ ബോഡിയും ആയിട്ടുള്ള ഈ UNRWA ആ സാധനത്തിനകത്തുള്ള ആളുകൾ, അതിൽ പഠിപ്പിക്കുന്ന, അതിൻ്റെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, അതിൻ്റെ ഓഫീസിൽ ജോലി എടുക്കുന്ന ആളുകൾ, അതിൻ്റെ ആ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, ഇവരായിരുന്നു ഈ ഒക്ടോബർ 7 നടത്തിയ നരനായട്ടിൽ തീവ്രവാദികളായിട്ട് പങ്കുവെച്ചത്. ഇതേ UNRWAയുടെ കീഴിലും UN-ൻ്റെ ആംബുലൻസസ് ആയിരുന്നു പലപ്പോഴും തീവ്രവാദികൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇതേ UNRWAയുടെ ഓഫീസുകളുടെ അടിയിലായിരുന്നു പലതിലും, അതിനുള്ളിൽ തന്നെയായിരുന്നു ആയുധ ശേഖരം പോലും നടത്തി. ഇതെല്ലാം ഇവിടെ പച്ചയ്ക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വിട്ടിട്ടുള്ളതാണ്. എപ്പോഴെങ്കിലും ഈ UN ഇതിനെ എവിടെയെങ്കിലും അപലപിക്കുകയോ അത് ശരിയല്ല എന്ന് പറയുകയോ ചെയ്യുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണില്ല. കാരണം അത് പറഞ്ഞാൽ ഇവരുടെ കള്ളി മുഴുവൻ വെളിച്ചത്താവും. ഇതാണ് ഇനി ഇതിൽ കൂടെ വേറൊരു സംഭവം കൂടിയുണ്ട്. അതായത് ഈ ഒക്ടോബർ 7 പങ്കെടുത്ത ഈ UN-ൻ്റെ തൊഴിലാളികൾ ഇവരിന്ന് ട്രയൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് UN-ൻ്റെ അവരുടെ ട്രൈബ്യൂണലിൽ. അവിടെ ഇത് നേരിടുന്ന സമയത്ത് അവരൊരു റിക്വസ്റ്റുമായിട്ട് വന്നു. ഇത് സംബന്ധിച്ചൊരു വാർത്ത എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം മുന്നേ നമ്മൾ ചെയ്തതാണ്. അതിലെന്താ നമ്മൾ കണ്ടത്? അവരൊരു സ്പെഷ്യൽ പെർമിഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്താ സംഗതി? അതായത് ഞങ്ങൾ UN-ൻ്റെ തൊഴിലാളികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ വേണം. ഞങ്ങൾ തീവ്രവാദികളാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെയൊന്നും വേട്ടയാടരുത്, ഞങ്ങൾക്ക് നിയമ പരിരക്ഷ തരണം, ഒരു ഡിപ്ലോമാറ്റിക് ഒരു ഇൻസുലേഷൻ ഞങ്ങൾക്ക് തരണം, ഈ ഒരു വേട്ടയാടൽ അവസാനിപ്പിച്ച് ഞങ്ങളെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ അവിടെ UN-ൻ്റെ മുന്നിൽ വരാൻ വേണ്ടി, UN-ൻ്റെ ഈ നിയമ പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് US-ലെ കോർട്ടിൽ സമീപിച്ചത്. കോർട്ടെടുത്ത് പള്ളയെ കളഞ്ഞു. അതാണ് ഉണ്ടായത്. പറ്റില്ല, നിങ്ങൾ ട്രയൽ നേരിടണം എന്ന് പറഞ്ഞു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഇതിൽ ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞതാണ് ട്രക്കിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്ന കൗണ്ട് എണ്ണാതിരിക്കുന്നതിലും ഒക്കെയാണ് UN ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നുണ്ടെങ്കിൽ ഇനി എത്തുന്ന സാധനം അവിടെ എന്താ സംഭവിക്കണം അതും കൂടി നമ്മൾ പറയണമല്ലോ. ദർ വാസ് ഇനഫ് എയ്ഡ് ടു ഫീഡ് സിവിലിയൻസ് ഇൻ ഗാസ. ദിസ് ഇഷ്യൂ വാസ് ഇൻ ദ സപ്ലൈ. അതായത് സപ്ലൈ അല്ല അവിടുത്തെ പ്രശ്നം. അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? ഇറ്റ് വാസ് ഹമാസ് ദ പ്രോബ്ലം. എന്താ ഹമാസ് ചെയ്തുകൊണ്ടിരുന്നത്? ഹമാസ് ഈ വരുന്ന ട്രക്കുകൾ കൊള്ളയടിക്കും. ആ കൊള്ളയടിച്ചൊരു സാധനം എന്ത് ചെയ്യും? അവരുടെ ആളുകൾക്ക് വിതരണം ചെയ്യും. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഗാസൻസിന് അത് വിതരണം ചെയ്യും. അല്ലാത്ത ആളുകൾക്ക് അത് കൊടുക്കില്ല. അങ്ങനെയുള്ള ആളുകളാണ് പട്ടിണി കിടക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ പോയിട്ട് കൈ നീട്ടേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ഈ എയ്ഡ് അത് കൊടുക്കുന്ന സാധനം അത് മറിച്ച് വിൽക്കുകയും അത് പൂഴ്ത്തി വെക്കുകയും ചെയ്യുക, എന്നിട്ട് അത് വെച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വീണ്ടും തുരങ്കം പണിയുക, ആയുധം വാങ്ങുക, എന്നിട്ട് വീണ്ടും ആ ജനത്തെ ഇവിടെ കുടിച്ചടിക്കുന്ന പരിപാടി. ഇതാണ് ഹമാസ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടിട്ട് തന്നെയാണ് അവിടെയുള്ള ആളുകൾ ഇതിനെതിരെ പ്രക്ഷോഭത്തിന് ഇറങ്ങുകയും ഹമാസ് ഒന്ന് പോയി തരൂ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ അവർ പ്രക്ഷോഭം നടത്തുകയും ആ പ്രക്ഷോഭം നടത്തിയ ഗാസൻ ജനതയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ നേർക്ക് നേരെ പിടിച്ചു വെച്ചുകൊണ്ട് അവരെ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥയും നമ്മളിവിടെ കണ്ടു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇതൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും UN പറയുകയോ അല്ലെങ്കിൽ ഹമാസ് അങ്ങനെ ചെയ്തത് സ്വന്തം ജനതയെ വെടിവെച്ച് കൊന്ന ആ
ആ കൃത്യം അത് ശരിയല്ല എന്ന് എവിടെയെങ്കിലും പറയുന്നത് എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചോ? ഇല്ല. ഇനി അതിൽ ഏറ്റവും വലിയ തമാശ എന്താണ്? ഹമാസ് വെടിവെച്ചിട്ട സ്വന്തം ഗാസക്കാരൻ്റെ പേര് പോലും ഇസ്രായേൽ വെടിവെച്ചു എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റിൽ ഉണ്ടാവും എന്നതും കൂടിയാണ് നമ്മളിവിടെ ഇനി കാണേണ്ടി വരിക. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഇസ്രായേലിൻ്റെ തലയിലാണ് വരുന്നത്. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താ അവർ പറയുന്നത്? അത് നിങ്ങൾ ഫുഡ് കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ വെടിവെച്ചു. ഇതാണ് ഫുഡ് കൊടുക്കാത്തവരൊക്കെ വെടിവെക്കാനാണോ പറയുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ നാടകം എന്ന് പറയുന്നത്. ഇതിൽ പോയി തലവെക്കാൻ നമ്മളെ കിട്ടില്ല. ഇതിൽ വിശ്വസിച്ച് ഇതിൻ്റെ പിന്നിൽ ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്ന നിങ്ങളെപ്പോലെ ഒരു കൂട്ടത്തിൽ ഒരാളായി മാറാൻ നമ്മളെ കിട്ടില്ല. അതാണ് നമ്മൾ പറയുന്നത്. ഇനി ഇത് നമ്മൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യസ്നേഹിയായ ഒരു പട്ടിണി കിടക്കുന്ന ഒരു വല്യമ്മാനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വല്യമ്മ ഇച്ചിരി കാര്യങ്ങളൊക്കെ പറയും. അറബിയാണ് പറയുക. അതുകൊണ്ട് സബ് ടൈറ്റിൽ മര്യാദയ്ക്ക് നോക്കുക. എന്നിട്ട് കാക്കാമാരോട് പ്രത്യേകിച്ചാണ് ഞാൻ പറയുന്നത്, സബ് ടൈറ്റിൽ വായിക്കുക. ഓക്കെ, ഇതേ വായിച്ചോളൂ, അല്ല കേട്ടോളൂ. ഞാൻ ഓരോന്നോരോന്നായിട്ട് വായിച്ചുതരാം. ദ എയ്ഡ് ദാറ്റ് കംസ് ഇൻ നൗ ഗോസ് ടു ഹമാസ്, ഇറ്റ്സ് മെമ്പേഴ്സ്. ഓക്കെ, കേട്ടല്ലോ. ആൻഡ് അതേഴ്സ് ഇറ്റ് വാണ്ട്സ് ടു ഗിവ് ഇറ്റ് ടു. അതായത് അവർക്ക് വേറെ ആർക്കൊക്കെ അവർ കൊടുക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് അത് പോകുന്നത്. ദേ ഡോണ്ട് കെയർ അബൌട്ട് പീപ്പിൾ ലൈക്ക് മീ. അവരെന്നെ പോലെയുള്ള ആളുകളെ ഹമാസ് അവർ കെയർ ചെയ്യുന്നില്ല. അവർക്ക് നമ്മളെ മൈൻഡില്ല എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഐ ആം വൺ ഓഫ് ദ പീപ്പിൾ ദാറ്റ് ഹമാസ് ഡസൻ കെയർ ഇഫ് ഐ ലീവ് ഓർ ഡൈ. ഞാൻ ചത്തോ മരിച്ചോ ജീവിച്ചോ എന്നൊന്നും ഒരു അന്വേഷണവും അത് ഇല്ല എന്ന് മാത്രമല്ല, ഹമാസിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു വിഷയമേ അല്ല എന്നും കൂടിയാണ് അവിടെ ഈ ഉമ്മുമ്മ ഇരുന്ന് പറയുന്നത്. നിലവിളിയാണ്. മൈ സൺ വാസ് മാർട്ടേഡ്. എൻ്റെ മകൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു രക്തസാക്ഷിയാണ്. ഓക്കെ, ദേ ഡിഡ്ന്റ് കം ടു കൺസോൾ മീ. ഈ ഹമാസ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല, എന്നൊന്ന് ആശ്വസിപ്പിച്ചിട്ട് പോലുമില്ല എന്ന് പറയാണ് ഹമാസിനെ കുറിച്ചിട്ട്. ഓക്കെ, സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് ഓർക്കണം. മൈ ചിൽഡ്രൻ ആർ ഹിയർ ഡൈയിങ് ഓഫ് ഹങ്കർ. എൻ്റെ കുട്ടികൾ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. എന്താണ് കാരണം? വി ഡോണ്ട് ഹാവ് ഫ്ലോർ ബിക്കോസ് ഇറ്റ്സ് നോട്ട് കമ്മിങ് ഇൻ. അതായത് സാധനം നമ്മളെ കയ്യിൽ എത്താത്തതിൻ്റെ കാരണമാണ് ഉമ്മമ്മ ആദ്യം പറഞ്ഞത്. ഹമാസ് അവർക്ക് വേണ്ടവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ ഉമ്മമ്മയും ഈ കൊല്ലപ്പെട്ട പയ്യനും ഹമാസിന് വേണ്ടപ്പെട്ട ആളല്ല. ഇവർ ഹമാസിനെ തള്ളിപ്പറഞ്ഞ ആളുകളായിപ്പോയി. അതുകൊണ്ട് എന്തായി? ഇവർക്ക് കിട്ടുന്നില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇവർ ഇനി പട്ടിണി കിടന്ന് മരിച്ചാൽ അതും ഇസ്രായേലിൻ്റെ തലയിലേക്ക് വരുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. Nobody told me here is a kilo of flour for you. ഇതേ നിങ്ങൾക്ക് ഉമ്മ എന്നാ പിടിച്ചോ ഒരു 1/2 കിലോ പൊടി, അരിപ്പൊടി എന്ന് പറഞ്ഞിട്ട് ഒരാളും വന്നിട്ടില്ല എന്നാണ് ഈ ഉമ്മ പറയുന്നത്. They are keeping it in warehouses in plain sight. ഹമാസ് അത് അവരുടെ മുന്നിൽ തന്നെ അതിങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് എത്തുന്നില്ല എന്നും കൂടിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതെന്താണ്? ഓക്കെ, they are distributing the aid and everything. അവർ എല്ലാവർക്കും അവിടെ വിതരണം ചെയ്യുന്നുണ്ട്, എല്ലാ ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. To those who are close to them. അത് ഹമാസിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രം അത് കൊടുക്കുന്നു. ഓക്കെ, പിണറായി വിജയൻ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. But if you go to them, they tell you that there's nothing. ഇത് വിതരണം ചെയ്യുന്നത് കണ്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇല്ല പോകുമ്പോൾ നിങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ഓടിക്കും എന്നും കൂടിയാണ് ഉമ്മ പറഞ്ഞു വെക്കണത്. They accept the IDs of those they want to take care of for the martyrs. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ മാത്രമാണ് അവർ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിക്കുന്നുള്ളൂ, ഭക്ഷണം കൊടുക്കുന്നുള്ളൂ എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം പിടികിട്ടി. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം അവിടെ എയ്ഡ് എത്താത്തതല്ല. എത്തിയ എയ്ഡ് വിതരണം ചെയ്യുന്നതിലെ പ്രശ്നം, അത് കൊള്ളയടിക്കുന്നതിലെ പ്രശ്നം, അത് മറിച്ച് വിൽക്കുന്നതിലെ പ്രശ്നം, അത് സ്വന്തക്കാർക്ക് കൊടുക്കുന്നതിലെ പ്രശ്നം. ഇതാണ് ഇവിടുത്തെ വിഷയം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കേട്ട പോലെ തോന്നുന്നുണ്ടെങ്കിൽ സ്വജന പക്ഷപാതം, നമ്മളുടെ മകൾക്കും മരുമകനും വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു എന്ന പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും ആകസ്മികമാണ്. അതിൻ്റെ പേരിൽ ഇനി എന്നെ വേട്ടയാടാൻ വരരുത് എന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ മാധ്യമ വേട്ട മോദിക്ക് മാത്രമല്ല, അത് നമ്മൾ പിണറായി വിജയനും ചില സമയത്തൊക്കെ ചെയ്യാൻ അറിയാമെന്ന് ഇവിടെ തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് പേടി, മോദിനേക്കാളും പേടി സത്യം പറഞ്ഞാൽ എനിക്ക് പിണറായി വിജയനെയാണ്. കാരണം ഇക്കാര്യത്തിൽ വേട്ട നടത്തി പച്ചയ്ക്ക് ഇവിടെ വേട്ട നടത്തിയ തെളിവ് നമ്മുടെ മുന്നിലുള്ളത് മോദിയല്ല, അത് പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയാണ്. പിണറായി വിജയൻ എനിക്ക് പേടി തന്നെയാണ്, ഉള്ള കാര്യം പറയാലോ. കാരണം മാധ്യമ വേട്ട എന്ന് പറഞ്ഞ് ഇവിടെ കയറി നിരങ്ങും, അത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വജനപക്ഷപാതമൊക്കെ ചെയ്ത് സ്വന്തക്കാർക്ക് വേണ്ടി മാത്രം ഈ സാധനം ഇങ്ങനെ ഊറ്റിയെടുത്ത് വിൽക്കുന്ന പരിപാടി, അത് ഇവിടുത്തെ അത് ഇവിടുത്തെ ഹമാസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് അവിടെ
അവിടെ തന്നെ കാണുകയാണ്. അതാണ് അവിടുത്തെ യഥാർത്ഥ ഈ പ്രശ്നം. അതിൻ്റെ പേരിലാണ് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് എന്നും കൂടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ അതുകൂടാതെ ഏതായാലും ഇത്രയും ഞാൻ പറഞ്ഞു ഇതിൻ്റെ വിഷയം. ഒന്നാമത് ഈ വാർത്ത തെറ്റായിരുന്നു, UN അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ടും അതിൻ്റെ പേരിൽ മനുഷ്യനാണ് എന്ന് തെളിയിക്കാനും മനുഷ്യത്വത്തെ മളക്കാനും ഇറങ്ങി തിരിച്ച ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ ഈ നുണ ഇവർ പത്രത്തിൽ അത് വന്ന് തിരുത്തുന്ന സമയമുണ്ടെങ്കിലും ഇന്ന് സത്യത്തിൽ അത് ലോകം ചുറ്റി വരുമ്പോഴേക്കും ഈ നുണ അവിടെ പരന്നിരിക്കുന്നു എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. തിരുത്ത് എവിടെ എത്താൻ പോകുന്നില്ല. ഇത് വിശ്വസിച്ചിരുന്ന ആളുകൾ കൂടുതൽ നിലവിളികളുമായിട്ട് ഇവിടെ പുറത്ത് വന്നിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പോസ്റ്റ് നമ്മളുടെ നിഷാന്ത് പെരുമന എന്ന് പറയുന്ന നമ്മളൊരു സുഹൃത്താണ്, അദ്ദേഹം എഴുതിയത് ഇന്ന് ഫേസ്ബുക്കിൽ കാണാനിടയായി. ഞാനിത് വീഡിയോ ചെയ്യണം, ഇതിൽ കുറേ കാര്യങ്ങൾ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ നമുക്ക് തോന്നി ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യവും വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തൽക്കാലം നമുക്കൊന്ന് വായിച്ചു കളയാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് വായിച്ച് പോവാം. അപ്പോൾ ഇത് എഴുതിയ നിഷാന്ത് പെരുമനയ്ക്ക് വലിയൊരു നന്ദി. കാരണം ഇതിൻ്റെ എല്ലാ വശങ്ങളും വളരെ കൃത്യമായിട്ട് ഇവിടെ ഇദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും അത് ഒന്ന് ചേർത്ത് നമുക്കൊന്ന് വായിക്കാം ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട്. ഓക്കെ, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഗസയിൽ 14,000 കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന ഏറ്റവും സ്തോഭജനകമായ പരാമർശം UN-ൻ്റെ മനുഷ്യാവകാശ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറി ടോം ഫ്ലെച്ചർ നടത്തിയതാണ് ഇന്ന് ലോകമാസകലം ചർച്ച ചെയ്യുന്ന വിഷയം. ഇത് മനസാക്ഷിയുള്ള ആരിലും പ്രതികരണങ്ങൾ ഉണ്ടാക്കും. അത്തരം പ്രതികരണങ്ങളെ ഒരു തരത്തിലും നിരാകരിക്കുന്നില്ല, സ്വാഭാവിക പ്രതികരണമായി എടുക്കാം. എന്നാൽ അതിൻ്റെ ചില വസ്തുതകൾ കൂടി പരിശോധിച്ച് പോകാം. ടോം ഫ്ലെച്ചറിൻ്റെ ഇത്തരത്തിലുള്ള ആദ്യ പ്രസ്താവനയാണോ ഇത്? അല്ല. നേരത്തെ 2024 ടോം ഫ്ലെച്ചർ UN-ൽ ഇസ്രായേൽ ഗസയിൽ ഒക്ടോബർ 7 കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ടും ഇസ്രായേലിൽ നിന്ന് ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ബന്ദിയാക്കിയതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഭീകരവാദ വിരുദ്ധ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭീകരവിരുദ്ധ സൈനിക നടപടിയെ ജനസംഹാരം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇതിനെ ഇസ്രായേൽ UN അസംബ്ലിയിൽ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെച്ചർ പറയുന്നതിൽ കാര്യമുണ്ടോ? സ്തോഭജനകമായ പരാമർശം വികാരഭരിതമാണെങ്കിലും 2024 ഗസയിൽ UNRWA എന്ന UN ഏജൻസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഗസയിൽ 14,000 കുട്ടികൾക്ക് പോഷകാഹാരക്കുറവുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗസയിലെ ഹമാസിൻ്റെ ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലൊരു വാർത്ത നൽകിയിട്ടുണ്ട്. ഇത് ഏറ്റുപിടിച്ചാണ് ഫ്ലെച്ചറുടെ പ്രസ്താവന. ഗസയിൽ പോഷകാഹാരക്കുറവും പട്ടിണിയും ഉണ്ടോ എന്നതിന് മുകളിൽ പറഞ്ഞ ഏജൻസികൾ റിപ്പോർട്ടിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പുതിയ കാര്യമല്ല. IDF ഗസയിലേക്കുള്ള ഇടനാഴികൾ, പ്രത്യേകിച്ച് ഈജിപ്ത് ഗസയുടെ അതിർത്തിയായ റഫയും ഫിലാഡൽഫി കോറിഡോറും മൊറാഗ് ഇടനാഴിയും പിടിച്ചെടുക്കുകയും 7 ട്രക്കുകൾ പരിശോധിക്കുകയും ചെയ്തു തുടങ്ങിയത് കഴിഞ്ഞ മാസം മുതലാണ്. ഗസയിൽ നിന്ന് പട്ടിണി മരണമോ പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള മരണമോ ഒരു അംഗീകൃത ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഇനി ഇസ്രായേലും UN-ലെ ചിലരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പുതിയ കാര്യമാണോ? അതുമല്ല. UN പലസ്തീൻ അഭയാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ജീവകാരുണ്യപരമായ കാര്യങ്ങൾ ചെയ്യാൻ 49 തന്നെ UNRWA, അതായത് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പാലസ്റ്റൈൻ റിഫ്യൂജീസ് ഇൻ ദ നിയർ ഈസ്റ്റ് എന്ന ഒരു ഏജൻസിക്ക് രൂപം നൽകിയിരുന്നു. ഇതാണ് ഗസയിലും വെസ്റ്റ് ബാങ്കിലും ജോർദനിലും സിറിയയിലും ലെബനോനിലും ഒക്കെയുള്ള അഭയാർത്ഥികൾക്ക് എയ്ഡും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കിയിരുന്നത്. അന്നു മുതൽ ഈ സംഘടന തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആക്ഷേപം ഇസ്രായേലിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് വെറുതെ അല്ല, തെളിവുകളുണ്ട്. പ്രത്യേകിച്ച് 2005 ഗസ സ്വാതന്ത്ര്യമായതിനെ തുടർന്ന് 2005 ഗാസ സ്വാതന്ത്ര്യമായതിനെ തുടർന്ന് ഒന്ന് കാക്കാമാരൊക്കെ ഒന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. 2005 ഇസ്രായേൽ അവിടുന്ന് വിട്ടുകൊടുത്തതാണ്. വിട്ടുകൊടുത്തത് ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് ഗാസ പിടിച്ചിട്ടാണ് കേട്ടോ ഗാസക്കാർക്ക് ഗാസ ഇസ്രായേൽ വിട്ടുകൊടുത്തത്. അതും കൂടി ഒന്ന് ഓർത്തേക്കുക. ചെങ്ങാനെ കൊണ്ട് തോറ്റല്ലോ, ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, 2005 ഗാസ സ്വതന്ത്രമായതിനെ തുടർന്ന് 2006 ഹമാസിന്റെ നേതൃത്വത്തിൽ ഗസയിൽ സർക്കാർ ഉണ്ടായ ശേഷം അവർ UNRWA എന്ന ഈ ഏജൻസി ഒരു ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സംഘടനയിൽ തീവ്രവാദികളെ കുത്തിനിറയ്ക്കുകയാണ് ഹമാസ് ചെയ്തത്. ഇതോടെ ഈ സംഘടനയുടെ കീഴിലുള്ള സ്കൂളുകളും ആശുപത്രികളും അഭയ കേന്ദ്രങ്ങളെല്ലാം ഹമാസ് സ്വാധീനത്തിലായി. സ്കൂളുകളിൽ തീവ്രവാദം പഠിപ്പിക്കുന്ന സിലബസുകൾ UN സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. UN-ൻ്റെ നേതൃത്വത്തിൽ ഹമാസിൻ്റെ ആശയങ്ങൾ പഠിപ്പിക്കാൻ ഹമാസിൻ്റെ അക്കാദമി ഉദ്യോഗസ്ഥരെ തന്നെ ഇവിടങ്ങളിൽ നിയോഗിച്ചു. സ്കൂളുകളിൽ ആയുധ പരിശീലനവും ആയുധ കളരിയും സ്ഥാപിച്ചു. ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട യഹിയ സിൻവറിൻ്റെ മറ്റൊരു സഹോദരനായ സക്കറിയ സിൻവർ ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ലെക്ചററായിരുന്നു. ഇയാളായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത്. ഇത് പലപ്പോഴും ഇസ്രായേൽ ഉന്നയിച്ചു വന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. UNRWAയുടെ കീഴിലുള്ള എയ്ഡ് ആശുപത്രികൾ ഹമാസിൻ്റെ തന്നെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ മൂലം അവരുടെ അധീനതയിലായി മാറി. ഇവിടെ പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രബിന്ദുവായി മാറി. ഗസയിൽ മരിക്കുന്ന ആക്സിഡൻറ്റുകളിലും സ്വാഭാവിക മരണങ്ങളും മുങ്ങി മരണങ്ങളും പോലും ഇസ്രായേൽ ആക്രമണത്തിലാണ് എന്ന് വരുത്തി തീർത്തതിന് സ്വതന്ത്ര ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകൾ പുറത്തെത്തിയിട്ടുണ്ട്. ഈ ആശുപത്രികൾ തമ്മിൽ
അണ്ടർഗ്രൗണ്ട് ടണലുകൾ കൊണ്ട് ബന്ധിപ്പിച്ചാണ് ഹമാസ് പ്രവർത്തിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരനായ മുഹമ്മദ് സിൻവറും കൂട്ടാളികളും ഈ ടണലിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. ഇസ്രായേൽ അകത്ത് കയറിയാണ് കൊന്നത്. ഈ പ്രവർത്തനത്തിനും UN സംഘടനയായ ഉൺറയെ ഇസ്രായേൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. കൂടാതെ ഒക്ടോബർ 7 അക്രമത്തിൽ ഈ UN സംഘടനയുടെ 12 പ്രവർത്തകർ നേരിട്ട് പങ്കെടുത്തു എന്നത് ഇസ്രായേൽ ആരോപിക്കുകയും UN വെച്ച അന്വേഷണ ഏജൻസി തന്നെ ഇത് കണ്ടെത്തുകയും അവരെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. UN സംഘടനയുടെ ഫണ്ട് കൊണ്ടാണ് ഗസയിലെ ഹമാസിൻ്റെ മീഡിയ സെൻറ്റർ എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ എയ്ഡുകൾക്ക് വരുന്ന പണം ഒഴുകുന്നതും ഹമാസിൻ്റെയും നേതാക്കന്മാരുടെയും പോക്കറ്റിലേക്കാണ്. ഈ UN നൽകിയ കുടിവെള്ള പൈപ്പുകൾ വരെ റോക്കറ്റ് വിക്ഷേപണത്തിനായി ഉപയോഗിക്കുന്നതിൻ്റെ ഹമാസിൻ്റെ തന്നെ പ്രൊമോഷൻ വീഡിയോകൾ തെളിവാണ്. ഇനി എന്തുകൊണ്ടാണ് ഇസ്രായേൽ എയ്ഡ് ട്രക്കുകൾ പരിശോധിക്കുന്നത് എന്നുകൂടെ നോക്കാം. പ്രധാനമായും UN എയ്ഡുകൾ ഗസ അതിർത്തിയിലേക്ക് കയറ്റുന്ന എയ്ഡ് ട്രക്കുകൾ ഹമാസാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിലൂടെയാണ് ഗസയിലേക്ക് ആയുധങ്ങളും പണവും എത്തുന്നത്. ഇതിലെ പലസ്തീനികൾക്കുള്ള വസ്തുക്കൾ കരിഞ്ചിന്തയിൽ ഹമാസ് വിൽക്കുന്നു. ഇത്തരത്തിൽ പണവും ആയുധങ്ങളും പിടിച്ച വാർത്തകൾ നിരവധിയുണ്ട്. UNൻ്റെ ആസ്ഥാനം തന്നെ ഒന്നാം തരം ആയുധ കളരിയാണ്. അതിൻ്റെ വാർത്തകളും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അവ കമൻറ്റിൽ തരാം. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ഈ പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ താഴെ ഇഷ്ടംപോലെ കമൻറ്റുകളിൽ ലിങ്കും ഉണ്ട്, നിങ്ങൾക്ക് പോയി വായിക്കാം. ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഹമാസിൻ്റെ നിരായുധീകരണമാണ്. ഇതിലൂടെ അവർ അതിലേറെക്കുറെ വിജയിച്ചിട്ടുമുണ്ട്. അതിൻ്റെ പേരിൽ ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിടണോ? ന്യായമായ ചോദ്യമാണ്. ഗസയിൽ ഇസ്രായേൽ തന്നെ ഇപ്പോൾ എയ്ഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ കമൻറ്റിലിടാം. പൂർണ്ണമായും ഇസ്രായേൽ കീഴടക്കിയ റഫ പ്രദേശം അതിനൊരു ഉദാഹരണമാണ്. അവിടെ ഇസ്രായേലും ഈജിപ്തും ചേർന്നാണ് അഭയാർത്ഥി ക്യാമ്പുകൾ നടത്തുന്നത്. പൂർണ്ണമായി തീവ്രവാദികൾ ഒഴിപ്പിച്ച കേന്ദ്രങ്ങളിൽ ഈ മാതൃകയാണ് ഇസ്രായേൽ പിന്തുടരുന്നത്. അവിടെയെല്ലാം പൂർണ്ണമായി ഹമാസിനെ ഒഴിവാക്കുന്നു. അവിടേക്ക് ആക്രമണം നടത്തുന്ന ഭാഗത്തു നിന്നും ജനങ്ങളെ മാറ്റുന്നു. അതിനാണ് മാധ്യമങ്ങൾ ഖാൻ യൂനിസിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നു എന്ന സ്തോഭജനകമായ വാർത്ത നൽകുന്നത്. ഹമാസ്, അതായത് ഈ തീവ്രവാദികൾ ആളുകളുടെ ഇടയിൽ ജീവിച്ച് ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് അവരോട് ഒഴിഞ്ഞു പോകാൻ പറയുകയും ജീവനിൽ പേടിയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ അവരെ സുരക്ഷിതമായിട്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിട്ട് ബാക്കിയുള്ള ആളുകളെയാണ് ബോംബിടുന്നത്. അല്ലാതെ വേറെ വഴിയില്ല ഇസ്രായേലിന് മുന്നിൽ. കാരണം ഈ ആളുകളെയാണ് ഇവർ ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇടയിൽ നിന്നാണ് ഈ പറയുന്ന മുഹമ്മദ് സിൻവറിനെയും മറ്റ് പല സിൻവർമാരെയും വെടിവെച്ചിട്ടത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് ഈ യുദ്ധം നീണ്ടുപോകുന്നത്? എല്ലാവരും ചോദിക്കുന്നത് ഇത്ര വലിയ സൂപ്പർ പവർ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇസ്രായേലിന് ജയിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇത് ജയിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമല്ല. കാരണം എന്താണ്? ഈ തീവ്രവാദികൾ അവർ ജനങ്ങളിൽ ഒരാളായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആരാണ് സിവിലിയൻ, ആരാണ് തീവ്രവാദി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരുമായിട്ട് ഇഴകിച്ചേർന്ന് ഒരു കെമോഫ്ലേജ് അവിടെ ഉണ്ടാക്കിയിട്ടാണ് ഈ പറയുന്ന തീവ്രവാദികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നുമാണ് അവരെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു ഗതികേട് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ കൊല്ലപ്പെടുമ്പോൾ യഹിയ സിൻവർ അവരെ വിശേഷിപ്പിച്ചത് നെസസറി സാക്രിഫൈസ് എന്നാണ് കൂടി ഓർക്കുക. ഏതെങ്കിലും വെള്ളനാടനോ ഈ പറയുന്ന പിണറായി വിജയനോ ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? നെസസറി സാക്രിഫൈസ്, കുട്ടികളൊക്കെ ചാവും, സ്ത്രീകളൊക്കെ മരിക്കണം, എന്നാലേ നമുക്ക് ലെവറേജ് കിട്ടുള്ളൂ, ഇസ്രായേലിനെ നമുക്ക് കോർണർ ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു നെസസറി സാക്രിഫൈസ് ആണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞത് യഹിയ സിൻവറാണ്. അയാളിപ്പോൾ ഒടിയാത്ത ലിംഗമായിട്ട് ഹൂറികളോടൊപ്പം തത്തിക്കളിക്കാൻ കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പോൾ കൂടെ മറ്റേ അനിയന്മാരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടി അവിടെ ഓട്ടം ചാട്ടമാണ്. ഹൂറികൾക്ക് നിക്കപ്രതിയില്ല, ഇരിക്കപ്രതിയില്ല, കിടക്കപ്രതിയില്ല എന്നാണ് കേട്ടത്. പോട്ടെ, അവരവിടെ ആഘോഷിക്കട്ടെ. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. നമുക്കത് നോക്കാം. ഇനി അടുത്തത്, മനുഷ്യാവകാശ പ്രത്യാഘാതങ്ങൾ തടയുക എന്നത് മറ്റാരേക്കാളും ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഹമാസ് സ്വാധീന മേഖലകളിലെ കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് ഉൺറ ഏജൻസിയും ഹമാസും ചേർന്നാണ്. അവിടെയാണ് ഈ പറയുന്ന ആളുകൾ ഈ എയ്ഡ് കിട്ടാതെ വരുമ്പോൾ ഭക്ഷണത്തിനായിട്ട് അവിടെ ക്യൂ നിൽക്കുന്നത്. അതിൻ്റെ വീഡിയോ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവും. അവിടെയാണ് ഭക്ഷണത്തിന് കൃത്രിമമായ ക്ഷാമം ഉണ്ടാക്കുന്നത്. അതും വന്നു വീഴുന്നത് ഇസ്രായേലിൻ്റെ തലയിലാണ്. ഇതാണ് ഇവിടുത്തെ വസ്തുത. ഉൺറയുടെ പ്രവർത്തനം തീവ്രവാദത്തെ സഹായിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പല ലോകരാജ്യങ്ങളും ഈ ഏജൻസിക്ക് എയ്ഡ് നൽകുന്നത് പൂർണ്ണമായോ ഭാഗികമായോ നിർത്തിയിട്ടുണ്ട്. ഇത് പണം വരവിനെ ബാധിക്കുന്നത് കൊണ്ട് UN ഏജൻസിയും ഉൺറയും ഹമാസും അസ്വസ്ഥരാണ്. ഇതാണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ഇതും അവർ ഇസ്രായേലിനെതിരാകാൻ പ്രധാന കാരണമാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തിപ്പെടുത്തി ഇസ്രായേലിനെ കോറിഡോറിൽ നിന്ന് പിന്മാറ്റാൻ ബന്ദികളെ വെച്ച് വിലപേശുകയാണ് ഹമാസും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരും ചെയ്യുന്നത്. ഇസ്രായേൽ ഇതിന് ഒരു തരത്തിലും വഴങ്ങാൻ പോകുന്നില്ല. അവർ കരയുദ്ധം ശക്തിപ്പെടുത്തി ഹമാസിൻ്റെ ഓരോ ഭീകരനെയും വകവരുത്തി വരികയാണ്. ഇത് തന്നെയാണ് നമ്മളുടെ അജ്ഞാതൻ അവിടെ പാകിസ്ഥാനിൽ കയറി പണിതുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ വേറെ വഴിയില്ല. ഈ സാധനത്തെ നയിക്കുന്ന ആളുകൾ ഓരോന്നോരോന്നായിട്ട് തീർക്കുക, വേറെ വഴിയില്ല. അത് തന്നെയാണ് ഇസ്രായേലിന് ചെയ്യാനുള്ളൂ. നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇനി കോറിഡോറിലൂടെ പുറത്തു കടക്കാനോ പുതിയ പോരാളികൾ എത്തിക്കാനോ ആയുധങ്ങൾ എത്തിക്കാനോ ഒന്നും ഹമാസിന് കഴിയുന്നില്ല. ഈ ട്രക്കുകൾ കർശന പരിശോധനയ്ക്ക് ശേഷം തങ്ങളുടെ മേൽനോട്ടത്തിൽ മാത്രം കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറാണ്. അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. എന്നാൽ ഹമാസിൻ്റെ സഹായികൾക്ക് അത് മാത്രം പോരാ. കൂടുതൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള വാർത്തകൾ അവർക്ക് വേണം. അതിൽ ഒന്നുകൂടെ ഉണ്ടയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സമിതിയുടെ കൂടെ ചുമതലയുള്ള ഫ്ലച്ചറുടെ പ്രസ്താവന. ഇതാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഇതിൻ്റെ ബാക്കി ലിങ്ക് കാര്യങ്ങളൊക്കെ ആ പോസ്റ്റിന് താഴെയുണ്ട്. നിങ്ങൾക്ക് പോകാം, വായിക്കാം, കുളിരണിയാം, കോൾമയർ കൊള്ളാം. അതുകൂടാതെ ഇനി പുളകവും വേണമെങ്കിൽ കൊള്ളാം.
വേണമെങ്കിൽ നിങ്ങൾ വായിച്ചാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. നമുക്ക് പറയാനുള്ളത് പറയും. നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ എന്തുകൊണ്ട് ഇസ്രായേലിലെ കൊടി ഇവിടെ വെക്കുന്നത്, ഇതൊക്കെ കൊണ്ടാണ് കൊടി ഇവിടെ വെക്കുന്നത്. കൊടി ഇവിടെ വെച്ചേ പറ്റുള്ളൂ. കാരണം ഇതിൽ ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും അതിനകത്ത് രണ്ട് വശമുണ്ടെന്ന് നമ്മൾ പറയുന്നു. ഇതിൽ ഇത്ര നാളും ഇവിടെ സംഭവിച്ചിരുന്നത് ഇസ്രായേലിൻ്റെ വശം ഇവിടെ ആരും പറയുന്നില്ല, പറയാൻ സമ്മതിക്കില്ല. പറയുന്നവരെ മുഴുവൻ ഒരു മാനവിക വിരുദ്ധനും മനുഷ്യസ്നേഹിയല്ലാത്തവനൊക്കെ ആയിട്ട് ചാപ്പയടിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ട്. അതിനി സമ്മതിക്കില്ല. ഇസ്രായേലിൻ്റെ ഭാഗത്തും ശരിയുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പറയേണ്ട ഒരു ബാധ്യതയും നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മൾ പറയും. നിങ്ങൾക്ക് ത്രാണി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുക ഡാറ്റ വെച്ചിട്ട്. കള്ളവാർത്തയും ഫേക്ക് വാർത്തയും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള തീവ്രവാദികൾ പുറത്തുവിടുന്ന റിപ്പോർട്ടും വെച്ചിട്ടല്ല നിങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കയ്യിൽ എന്തെങ്കിലും സാമാനം ഉണ്ടെങ്കിൽ അതുമായിട്ട് പോവാ. അറ്റം ചെത്തിയ സാമാനം ഇവിടെ എടുക്കില്ല എന്നും കൂടി ഞാനിവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ കൊടിയും ഇവിടെ ഉണ്ടാവും. ഈ നെഞ്ചത്തെ ഈ ഫ്രീഡം ഹോം ബ്രിങ് ദം ഹോം എന്ന് പറയുന്ന ആ സംഗതി, എന്താണ് ഹോസ്റ്റേഴ്സിന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സന്ദേശം, അതിൻ്റെ ഭാഗമാണ് ഈ യെല്ലോ പിൻ. ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ സാമാനം കുത്തിയിരിക്കണേന്ന്. ഇതാണ്. ഇത് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കുന്നത് വരേക്കും 59 ആളുകൾ ഇനി അവിടെ ബാക്കിയുണ്ട്, 58 ആൾ ഇനിയും ബാക്കിയുണ്ട്. ഓരോ ആളും തിരിച്ച് വീട്ടിലെത്തുന്നത് വരേക്കും ഈ നെഞ്ചത്ത് ഈ പറയുന്ന പിന്നോട് ഉണ്ടാകും. കാരണം നമ്മളുടെ ലക്ഷ്യം ഇതൊരു ഡിബേറ്റായിട്ട് ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു മോറൽ ഇക്വലൻസ് ഒരിക്കൽ പോലും സാധ്യമല്ലാത്ത ഈ വിഷയത്തിൽ നിങ്ങൾ അപ്പോൾ ഹമാസിനെ അതിൻ്റെ പേരിൽ കൊല്ലുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് ഇവിടെ നടക്കുന്ന ആളുകൾ അറിയാൻ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ കമ്പാരിസൺ ഇവിടെ എടുക്കില്ല. കാരണം ഒന്ന് തീവ്രവാദ കൂട്ടമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ ആവശ്യം അങ്ങനെയല്ല. ഹമാസ് അവിടെ ഉണ്ട്, അവിടെ ഗാസ അവിടെ ഉണ്ട്. ഗാസ ഹമാസിന് തന്നെയാണ് 2005 അവിടെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ യൂണിലാറ്ററൽ ഡിസെൻഗേജ്മെൻറ്റ് 2005 നടന്നതാണ്. ഗാസ ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസാണ്. അത് ഗാസക്കാർക്ക് അവിടെ കയ്യിലുണ്ടായിരുന്ന സാധനമാണ്. അത് ഓപ്പൺ പ്രിസൺ ആയിരുന്നു നിങ്ങൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം നിങ്ങൾ പറയുന്നത് പണ്ട് ഭയങ്കര സ്വർഗ്ഗമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഓപ്പൺ എയർ പ്രിസൺ സ്വർഗ്ഗമായിട്ട് മാറുന്ന ആ ഒരു മാജിക് എന്താണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. വോക്കുകൾക്ക് മാത്രം പിടികിട്ടുന്ന സാധനമാണ്. അത് തൽക്കാലം നിങ്ങളുടെ ട്രൗസറിൽ ഇട്ടോ, അവിടെ കിടക്കട്ടെ. അത്രയും നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിളിക്കാനുള്ള സമയമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ വെൽക്കം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.